നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും വിവിധ പ്രാകാരേണ ആത്മദാഹത്തോടും ആത്മസന്തോഷത്തോടും ആത്മമന്ന ഭക്ഷിക്കുവാൻ ഒരു സന്ധ്യ കൂടെ ഞങ്ങൾക്ക് ദാനം ചെയ്ത് ഞങ്ങളെ കൂട്ടിവരുത്തിയ ദയയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആപത്തുകളും അനർത്ഥങ്ങളും പതിയിരിക്കുന്ന ലോകത്തിൽ ആപത്തുകളിൽ നിന്ന് വിടുവിച്ച് അനർത്ഥങ്ങളിൽ നിന്ന് ഒഴിവുള്ളവരായി കർത്താവെ, നിന്റെ നാമം മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ വാതിലുകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് വചനം ഘോഷിക്കുന്ന നിന്റെ ദാസനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടുതൽ നിനക്ക് വേണ്ടി എരിവേറി ശുശ്രൂഷ നിവൃത്തീകരിപ്പാൻ തക്കവണ്ണം ഈ നാളുകളിലൊക്കെ വഴികളെ ഒരുക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിൻ്റെ നടത്തിപ്പുകളൊക്കെ കർത്താവെ, നീ എവിടുന്ന് തൃക്കൺ പാർത്ത് ഏറെ അനുഗ്രഹത്തിന് മുഖാന്തരങ്ങളാക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. കർത്താവെ, നീ ഞങ്ങൾക്ക് അവിടുന്ന് ആത്മദാഹം തന്ന് കർത്താവെ പ്രാർത്ഥിപ്പാനും പ്രവർത്തിപ്പാനും സഹകരിപ്പാനും സഹായിക്കുവാനും വാതിലുകളെ തുറന്നു തരുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഏതു വിധേനയും ഒരു പാപി മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം അത് സ്വർഗത്തിൽ വലിയ സന്തോഷത്തിനിടയാക്കുന്നുവെന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ, മാറ്റമുള്ള ലോകത്തിൽ മാറാത്തവനായി കൂടെ ഇരുന്ന് ഞങ്ങളുടെ പടക് നയിക്കുന്ന നല്ല കർത്താവാകയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സന്നിധിയിൽ തലകളെ വണക്കിയിരിക്കുന്ന ഞങ്ങളെ ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. ചാരത്തും വിദൂരത്തും ഇരുന്ന് ഈ വചനങ്ങളെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സമയങ്ങളൊക്കെ കർത്താവെ, ഞങ്ങൾക്ക് വിലപ്പെട്ടതും അർത്ഥവത്തും ആത്മീയ ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കി ഉണർന്ന് ജീവിപ്പാൻ, ഉന്മേഷത്തോടെ ഒരുക്കമുള്ളവരായി ജീവിപ്പാൻ തരുന്ന മാറ്റമില്ലാത്ത വഴികൾക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. ശബ്ദം, വെളിച്ചം എല്ലാം അവിടുത്തെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കണം. കർത്താവെ, ഇതിനു ചുറ്റും ദൂതഗണത്തിന്റെ കാവലുള്ളതോർത്ത് സ്തോത്രം. രക്തവളപ്പിൽ ഞങ്ങളെ ഇരുത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ നല്ല സായങ്കാലത്തിനായി സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഭാരതത്തിൽ സമ്മിശ്ര വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ജനങ്ങളാണ് എല്ലാവരും. ഒരു പ്രത്യേക മതവിഭാഗം മാത്രം ഉൾക്കൊള്ളുന്നതല്ല ഭാരതം. ധാരാളം സിദ്ധാന്തങ്ങളും ഇസങ്ങളും പല ഘടകങ്ങൾ മനുഷ്യനിൽ സ്വാധീനം ചെലുത്തുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ എല്ലാവർക്കും നല്ലവനായി, എല്ലാവർക്കും വല്ലഭനായി കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ശരിയാണെങ്കിൽ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവിനെ പോലെ നല്ലവൻ ഇല്ല. നമ്മുടെ കർത്താവിന് തുല്യം ചൊല്ലാൻ ആരുമില്ല. യേശുവെ പോലെ ആരുമില്ല. ദേവന്മാരിൽ നിനക്ക് തുല്യനായി ആരുമില്ല. ഒരേ ഒരു ദൈവം, ജീവനുള്ള ഒരേ ഒരു കർത്താവ്. കർത്താവെ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പാടി നിന്നെ ആരാധിക്കുമ്പോൾ വലിയ കൃപ അനുഭവിപ്പാനിടയാകണം. മക്കളോട് ചേർന്ന് ഞങ്ങളും പാടട്ടെ. കർത്താവെ, നീ ജയമെടുക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവെ, ദേവന്മാരിൽ നിനക്ക് തുല്യനാ.
ദേവന്മാരും നിനക്ക് തുല്യനായ സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ കർത്താവേ, ദേവന്മാരും നിനക്ക് തുല്യനായ സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ പാപത്തിൽ കരകൾ പോക്കാൻ പാവന രക്തം ചിന്തി, പാപത്തിൽ കരകൾ പോക്കാൻ പാവന രക്തം ചിന്തി, അങ്ങേ പോലെ ആരുമില്ല, ഒരിക്കൽ കൂടി അങ്ങേ പോലെ ആരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ മരണത്തിൻ പാശങ്ങൾ അടിച്ചു തകർത്തു, മരണത്തിൻ പാശങ്ങൾ അടിച്ചു പാതാള ഗോപുരം തകർത്തു, അങ്ങേ പോലെ ആരുമില്ല, ഉയർത്തെഴുന്നേറ്റവനേ, അങ്ങേ പോലെ ആരുമില്ല, ഉയർത്തെഴുന്നേറ്റവനേ, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, ഓ യേശുവെ പോലാരുമില്ല, 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 സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ യേശുവെ പോലാരുമില്ല, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ തലകുനിക്കുന്നു. നിന്നെ പോലൊരു ദൈവമില്ല. വെറും പാപിയായിരുന്ന എന്നെ നെഞ്ചത്ത് കരങ്ങൾ ഒതുക്കി വെച്ചിട്ട് പറയണം, വെറും പാപിയായിരുന്ന എന്നെ നീ തേടി വന്നല്ലോ, നീ വീണ്ടെടുത്തല്ലോ. അതും സ്വന്തം രക്തം തന്നെന്നെ വീണ്ടെടുത്തല്ലോ. നിനക്ക് തുല്യം ചൊല്ലാൻ ആരുമില്ല കർത്താവേ. ഞാൻ രോഗക്കിടക്കയിൽ വെച്ച് നിന്നെ കണ്ടതാണ്. ചേറ്റിൽ കിടന്നപ്പോൾ നീ കൈനീട്ടി തന്നതാണ്. താഴ്ച ഭവിച്ചപ്പോൾ ഞങ്ങളെ ഓർത്തവനാണ്. ഏകാന്തതയിൽ ഞങ്ങളുടെ കൂടെ നിന്നവനാണ്. ഞങ്ങൾ ചില ഒറ്റപ്പെട്ട സമയങ്ങളിൽ വാവിട്ട് കരഞ്ഞപ്പോൾ നീ താണിറങ്ങി വന്നതാണ്. നിനക്ക് ഒത്തിരി നന്ദിയപ്പാ. നിനക്ക് തുല്യം ചൊല്ലാൻ ആരുമില്ല. നിന്നെ പോലൊരു ദൈവമില്ല. എല്ലാവരും ചേർന്നൊന്ന് പറയാമോ കർത്താവിനോട്, അങ്ങയെ പോലൊരു ദൈവമില്ല. കരങ്ങൾ ഉയർത്തി ഒന്ന് ഉറച്ച സ്വരത്തിൽ പറഞ്ഞേ, അങ്ങയെ പോലൊരു ദൈവമില്ല, അങ്ങയെ പോലൊരു ദൈവമില്ല. നീ എത്ര നല്ലവൻ, നീ എത്ര നല്ലവൻ. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എക്യുമെനിക്കൽ ഗോസ്പൽ മിഷന്റെ 17ാമത് ഐക്യ സുവിശേഷ യോഗത്തിന് 2ാം ദിനം ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് ഞങ്ങളെ ആത്മനാഥനെ, ഞങ്ങളെ ആത്മ മണവാളനെ, ഞങ്ങളെ പാപത്തെ ഉദ്ധരിച്ചവനെ, ഞങ്ങളെ ശാപത്തെ വീണ്ടെടുത്തവനെ, നിത്യ സ്വർഗീയ പ്രത്യാശ ഞങ്ങളെ ഹൃദയത്തിൽ നിറച്ചവനെ, മനസ്സ് തുറന്ന് ഹൃദയം പകർന്ന് പരിശുദ്ധാത്മാവിൽ ആരാധിപ്പാൻ ഞങ്ങൾക്ക് തന്ന പരമവിളിക്കായി സ്തോത്രം. ആ തിരഞ്ഞെടുപ്പിന്റെ ഭാഗ്യ അനുഭവത്തിലേക്ക് ഞങ്ങളെ തിരഞ്ഞെടുത്ത് അടുപ്പിച്ച ദൈവത്തിന്റെ മഹാദയക്കായിട്ട് നന്ദി പറയുന്നു. രക്ഷയുടെ അനുഭവത്തിൽ ഇന്ന് വരെയും നിലനിൽക്കാൻ, അതിൽ വർദ്ധിച്ചു വരുവാൻ ഞങ്ങൾക്ക് ആഗ്രഹത്തിനായി സ്തോത്രം. വീണ്ടും കർത്താവെ, ഞങ്ങളെ ആത്മാവിൽ ആരംഭിച്ച ആ രക്ഷയുടെ പൂർത്തീകരണം, ഞങ്ങളെ ശരീരം തേജസ്കരിക്കപ്പെടുന്ന അങ്ങയുടെ വരവിങ്കൽ സംഭവിക്കുന്ന ആ ദിനം വരെ ഞങ്ങൾ ദൈനംദിന ജീവിതത്തിൽ രൂപാന്തരപ്പെടുവാൻ ആവശ്യമായ തിരുവചനം, മാറ്റമില്ലാത്തത്, ഞങ്ങളെ ശുദ്ധീകരിക്കുന്നത്, ഞങ്ങളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുന്നത്, ഞങ്ങളെ ആത്മപൂർണരാക്കുന്നത്, ഞങ്ങളെ കഴുകി വെടിപ്പാക്കി അങ്ങയുടെ നാമത്തെ പ്രദർശിപ്പിക്കുവാൻ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാക്കി മാറ്റുന്ന ആ തിരുവചനം തുടർന്ന് ഞങ്ങൾ കേൾപ്പാൻ പോവുകയാണ്. നല്ല നിലമാക്കി ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. 30 പോരപ്പാ, 60 പോരപ്പാ, 100 മേനിയുടെ ഒരു വലിയ വർധനവിലേക്ക് ഞങ്ങൾ രൂപാന്തരപ്പെടുന്ന അനസ്യൂതമായ ഒരു മുന്നേറ്റം ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിപ്പാൻ ഞങ്ങളുടെ ദാസനെ തിരുവചന ശുശ്രൂഷയ്ക്ക് അധികാരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. EGM-ന്റെ രാജ്യത്തിന് വിതറിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ദർശനത്തോടെ, അഭിഷേകത്തോടെ, ആത്മഭാരത്തോടെ ജനത്തിന് വിടുതൽ വേണ്ടി ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളെയും വലിയ കാര്യങ്ങളെയും സ്വർഗം മുദ്ര വെച്ച് ഞങ്ങളുടെ മഹത്വനെ തീർക്കാൻ ഞങ്ങൾ ഒരുമിച്ച്
കടപ്പാതിപ്പ് ഞങ്ങൾ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ വിലപ്പെട്ട നാമത്തിൽ തന്നെ. തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ, ഉണർവിൻ ശക്തി അയക്കേണമേ. ഈ ശിഷ്യരാം നിന്ദാസരിന്മേ ഉണർവിൻ ശക്തി അയക്കേണമേ. ഈ ശിഷ്യരാം നിന്ദാസരിന്മേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാര്, കർത്താവിന്റെ വിലയേറിയ ദാസന്മാര്, ഈ EGM-ന്റെ പ്രധാന നേതൃത്വത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട മത്തായി സാറ്, ഇതിന്റെ പ്രവർത്തകരായിരിക്കുന്ന പ്രിയപ്പെട്ടവര്, ഈ ശുശ്രൂഷയെ സ്നേഹിച്ച് കടന്നു വന്ന എല്ലാവർക്കും യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടല്ലോ. കർത്താവിന്റെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട്. ദൈവം നിയോഗിച്ചത് കൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഈ രാത്രിയിലൂടെ ആയിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മെ വഴി നടത്താനായി ദൈവകരങ്ങൾ ഏൽപ്പിക്കുക. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇപ്പോൾ നമ്മുടെ കേരള കൺവെൻഷന്റെ ഒരു കാലഘട്ടമാണ്. ധാരാളം കൺവെൻഷനുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഘടനയായിട്ടും സഭയായിട്ടും പ്രാർത്ഥനാ കൂട്ടങ്ങളായിട്ടുമൊക്കെ ധാരാളം കൺവെൻഷനുകളിൽ ദേശമെമ്പാടും നടക്കുന്നുണ്ട്. പക്ഷെ ഓരോ കൺവെൻഷൻ കഴിയും തോറും നമ്മൾ ആത്മീകമായി എവിടെയെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കാൻ നല്ലതാണ്. എൻ്റെ കാഴ്ചപ്പാടില് എങ്ങും ഒരു മാറ്റം കാണുന്നില്ല. വിശ്വാസികള് അധികമായി കൃപയിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇതിനകത്ത് പ്രയോജനപ്പെടുന്ന ഒന്ന് രണ്ട് കൂട്ടരുണ്ട്. ഞാൻ വിമർശിക്കുകയല്ല. ഒന്ന്, പ്രസംഗിക്കാൻ വരുന്ന ഞങ്ങളെ പോലുള്ളവര്. രണ്ടാമത്, പാട്ടുപാടുന്ന പ്രിയപ്പെട്ടവര്. അവരൊക്കെ നല്ല കാശുണ്ടാക്കുന്നുണ്ട്. ഞാൻ ദൈവത്തിന് സ്തോത്രം, നമ്മളും ഇന്നിവിടെ വന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കണം. ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ കഴിയുമ്പോൾ മാറ്റമുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷയില് ദൈവത്തിന് സ്തോത്രം ഒരു ഉണർവിന്റെ കാറ്റ് ആഞ്ഞടിക്കണം. അതിനൊരു പാപബോധം നമ്മിൽ ഉണ്ടാകണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന കേൾക്കുവാൻ നമ്മുടെ കാതുകൾ തുറക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മുൻപിൽ വചനവുമായി നിൽക്കുന്ന ആരുമായിക്കൊള്ളട്ടെ, ദൈവത്തിന് സ്തോത്രം. അവരൊരുപക്ഷെ നിങ്ങളെക്കാൾ പ്രാഗൽഭ്യമുള്ളവരായിരിക്കാം, ചിലപ്പോൾ നിങ്ങളെക്കാൾ പ്രാഗൽഭ്യം കുറഞ്ഞവരായിരിക്കാം. പക്ഷെ ദൈവമാണ് അവരിലൂടെ സംസാരിക്കുന്ന ബോധ്യത്തോടുകൂടെ കാതുകളും കണ്ണുകളും തുറന്നിരുന്നാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളോട് സംസാരിക്കും. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ കൺവെൻഷനിൽ മാറ്റം എന്നിൽ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ആയിരിക്കാൻ നമ്മളെല്ലാവരും ശ്രമിച്ചാട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഈ കൺവെൻഷനിലേക്ക് എന്നെ വിളിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ ക്രമീകരണം ചെയ്ത പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജോസഫ് സാറ് റാന്നിയിലുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, അതായത് EGM-ന്റെ പ്രവർത്തകനായിട്ട് റാന്നി പ്രദേശത്ത് വന്ന കാലം മുതൽ പ്രിയപ്പെട്ട സാറുമായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമാണ്. പലപ്പോഴും പല കൂട്ടായ്മകളിലും ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കുന്നത്. ഫ്രണ്ട്സ് മിഷണറി പ്രയർ ബാൻഡിനെ സഹായിക്കുന്ന പല ആളുകളും ഈ EGM-നെ സഹായിക്കുന്നുണ്ട്. റാന്നിക്കൊരു പ്രത്യേകതയുണ്ട്. എല്ലാ സംഘടനകളെയും ഒരുപോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള കൂട്ടങ്ങളായതുകൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും പരസ്പരം, അവിടെയുള്ള പ്രവർത്തകർക്കെല്ലാം പരസ്പരം ഒരുമിച്ച് നിൽക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവം കൃപ തരുന്നുണ്ട്. ഞാൻ അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. 16 മുതൽ 19 വരെ. അവൻ വളർന്നു നസറത്തിൽ വന്നു. ശബ്ബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവൻ കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടിവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു.
പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും സൗഖ്യവും തന്ന് സുബോധം തന്ന് ഞങ്ങളെ നിർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഈ രാത്രിയിൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് അങ്ങയുടെ പദ്ധതിയാണല്ലോ. കർത്താവ് ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. അടിയൻ്റെ വായിലെ വാക്കുകൾ, ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകൾ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൻ്റെ മഹിമയ്ക്ക് മുഖാന്തരമായി തീരണം. തടസ്സങ്ങളെയൊക്കെ മാറ്റിക്കാട്ട് കർത്താവേ. മുൻവിധികളെ മാറ്റണമേ. കർത്താവിൻ്റെ നാമം ഞങ്ങൾക്കൂടെ മഹത്വം എടുക്കണമേ. വചനം ശക്തിയോട് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമം ഞങ്ങൾക്കൂടെ ജയമെടുത്താട്ട്. യേശു രക്ഷകന്റെ വലിയ നാമത്തെ യാചിക്കുന്നു പിതാവേ, കേൾക്കണമേ. ആമേൻ. സ്തോത്രം. ഈ ഭൂമിയിൽ നമ്മളെ എല്ലാവരെയും കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടെയാണ്, പർപ്പസോടു കൂടെയാണ്. ആ ലക്ഷ്യബോധം നമ്മളെ നയിക്കുന്നില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകും. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ ആരും ഈ ഭൂമിയിൽ യാദൃച്ഛികമായി വന്നു പിറന്നവരല്ല, ഒരു ബയോളജിക്കലായിട്ട് ജനിച്ചു വീണവരല്ല. പ്രത്യേകമായ ലക്ഷ്യത്തോടുകൂടെ ദൈവം നമ്മളെയൊക്കെ ആക്കിയതാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകൻ 44-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലുണ്ട്, ദൈവം നമ്മുടെ സൃഷ്ടിതാവാണെന്ന് അവിടെ പറയുന്നുണ്ട്. യാക്കോബേ, ഞാൻ നിന്നെ ഉരുവാക്കിയിരിക്കുന്നുവെന്ന്. ദൈവമാണ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിന് സ്തോത്രം. 139-ാം സങ്കീർത്തനം വായിച്ചാൽ നമ്മളുടെ അസ്ഥികൂടമായിരിക്കുമ്പോൾ നമ്മുടെ അസ്ഥികൂടം പോലും കർത്താവിന് മറവായിട്ടില്ല എന്നവിടെ ഉണ്ട്. അതിൻ്റെ ദൈവത്തിന് 15-16 വാക്യങ്ങൾ വായിച്ചറിയാം. നമ്മളെക്കുറിച്ച്, നമ്മുടെ പദ്ധതികളെ കുറിച്ച് ദൈവം തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് എന്നെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വെറുതെ ഞാൻ ഈ ഭൂമിയിൽ വന്ന് ജനിച്ച് വളർന്ന് വിവാഹം കഴിച്ച് മക്കളെ ജനിപ്പിച്ച് അങ്ങ് പോകുവാനായിട്ടുള്ളവരല്ല. ഈ ഭൂമിയിൽ പ്രത്യേകമായ ലക്ഷ്യത്തോടുകൂടെ ദൈവം നമ്മളെ ഉരുവാക്കി നമ്മൾ അറിയണം. പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം വായിച്ചാൽ അവിടെ പറയുന്നുണ്ട്, പ്രവൃത്തികളുടെ 17:26 ഒരുവനിൽ നിന്ന് മാനവജാതിയെ മുഴുവൻ, മനുഷ്യകുലത്തെ മുഴുവൻ ഉരുവാക്കി ദൈവത്തിന് അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചെന്ന് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതായത് നമുക്കെല്ലാം നാം വിശ്വസിക്കുന്നത് പോലെ ആദാമിൽ നിന്ന് ഉരുവായവരാണ് നമ്മളെല്ലാവരും. പക്ഷെ നമ്മൾ എവിടെ ജനിക്കണമെന്നും എന്ന് ജനിക്കണമെന്നും നമ്മുടേതായ നിവാസത്തിന്റെ അതിരുകളുമൊക്കെ തീരുമാനിച്ചിരിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളെല്ലാവരും ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടവരാണ്. നമ്മൾ പാടി നമ്മുടെ കർത്താവ് അതുല്യനാണെന്ന്. കർത്താവിനെ പോലെ ഒരുത്തരുമില്ല നമ്മുടെ ദൈവത്തെ പോലെ. അതുപോലെ തന്നെ നമ്മളും അതുല്യരാണ്. എന്നെ പോലെ ഈ ലോകത്തിൽ വേറെ ആരുമില്ല, നിങ്ങളെപ്പോലെ വേറെ ആരുമില്ല. കാരണം ഈ ലോകത്തിൽ ഇതുവരെ ജനിച്ചിട്ടുള്ള, ഇനിയും ജനിക്കുവാനുള്ളതും, ഇപ്പോൾ ഈ ലോകത്തിൽ 600 കോടിയിലധികം ജനങ്ങളുണ്ട്. അവരിൽ ഒരാൾ പോലും എന്നെ പോലെ ഇല്ലെന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കത് വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കുമല്ലോ. നമ്മളൊക്കെ പറയാറുണ്ട് 7 പേരൊക്കെ ഉണ്ടെന്ന്. 7 പേരൊക്കെ രൂപസാദൃശ്യം കാണുമായിരിക്കാം. പക്ഷെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിൽ ഇപ്പൊ ആധാർ കാർഡുണ്ട്. ആധാർ കാർഡ് എടുക്കാൻ ചെന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തെന്നറിയാമോ? ഒരു ക്യാമറയുടെ മുമ്പിൽ നമ്മളെല്ലാവരും എത്രയും കണ്ണു മുഴപ്പിക്കാമോ അതുപോലെ കണ്ണു മുഴപ്പിക്കാനായിട്ട് പറയും. എന്തിനാണെന്നറിയാം? ഈ കണ്ണിലെ കൃഷ്ണമണിയുടെ പിക്ചർ എടുക്കുവാനാണ്. എന്തിനാ? ഈ ലോകത്തിൽ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൃഷ്ണമണികളുള്ള ഒരൊറ്റ മനുഷ്യനുമില്ല. ദൈവത്തിന് സ്തോത്രം. എത്ര അതിശയകരമായി സൃഷ്ടിച്ചത്. നമ്മുടെ കൈയുടെ രേഖ പോലെ അല്ലേ? എൻ്റെ ഈ കൈയുടെ രേഖ പോലെ രേഖകളുള്ള ഒരു മനുഷ്യനുമില്ല. ഞാൻ ജനിച്ചതായ കുടുംബത്തിന് ഒരു DNA ഉണ്ട്. ആ കുടുംബത്തിന്റെ ചില സ്വഭാവങ്ങളും ചില കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ആ കുടുംബത്തിലും എൻ്റെ കൈരേഖ പോലെ രേഖകളുള്ള ഒരുത്തരുമില്ല. ഒരു കാര്യത്തിലൂടുണ്ട്, നമ്മുടെ ശബ്ദം. ഏത് ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ ഇരുന്നാലും, ഈ ഇടയിലെ കൂത്താട്ടുകുളത്ത് ഒരു സംഭവം നടന്നു. ആ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞൊരു വാക്കുണ്ട്, ആൾക്കൂട്ടത്തിന്റെ ഇടയില് കൊല്ലടാ പിടിക്കടാ എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടല്ലോ, അവരുടെ ശബ്ദം എനിക്കറിയാം. കാരണം എൻ്റെ കൂടെ നടന്നവരാണ്. ഈ ജനക്കൂട്ടത്തിന്റെ ഇടയില് എവിടെ നിന്ന് സംസാരിച്ചാലും തിരിച്ചറിയാം. എനിക്ക് ധാരാളം അന്ധരായിട്ടുള്ള കൂട്ടുകാരുണ്ട്, കണ്ണിന് കാഴ്ചയില്ലാത്തവരാണ്. അവർ ശബ്ദം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. ഏത് ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ, പ്രത്യേകിച്ച് ഈ മാരാമൻ കൺവെൻഷനിലൊക്കെ അവർ 1-2 പേരൊക്കെ അവിടെ വരാറുണ്ട്. ഞാൻ ഓടിച്ചെന്ന് കൈ കൊടുത്തിട്ട് അവരുടെ പേര് വിളിച്ചാൽ ഉടനെ പറയും, തോമസ് മാത്യു അല്ലേ,
ദൈവത്തിന് സ്തോത്രം. കാരണം അവർക്ക് തിരിച്ചറിയാം ഈ ശബ്ദത്തിന്റെ ഫ്രീക്വൻസി പോലെ ശബ്ദമുള്ള വേറെ ഒരുത്തരും ഈ ലോകത്തിലില്ല. അപ്പൊ എത്ര അതുല്യമായിട്ടാണ് ദൈവം നിർമ്മിച്ചത്, നമ്മള് എത്ര ശ്രേഷ്ഠമായിട്ടാണ് നിർമ്മിച്ചത്. നമ്മൾ അതുല്യരാണ് ദൈവത്തിന്റെ ദൃഷ്ടിയില്. അങ്ങനെയെങ്കില് ഈ കർത്താവിന്റെ വേലയില് എനിക്ക് ചെയ്യുവാൻ ചില കാര്യം കർത്താവ് ആക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചെയ്തില്ലെങ്കിൽ അവിടെ ശൂന്യമായിട്ട് കിടക്കും. ദൈവിക ശുശ്രൂഷയിൽ ദൈവം ചില പദ്ധതികൾ ഏൽപ്പിച്ചിട്ടാണ് നമ്മളെ വിട്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയിലാണ്. നമുക്ക് എല്ലാവർക്കും ഓരോ പണിയുണ്ട്. ഈ ദൈവസഭ പണിതെടുക്കുന്നതില് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ഇഷ്ടിക വെക്കേണ്ടിടത്ത് ഞാൻ ഇഷ്ടിക വെച്ചില്ലെങ്കിൽ അവിടെ ഗ്യാപ്പായിട്ട് കിടക്കുകയാണ്. ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ നമ്മളെ കുറിച്ചുള്ള ദൈവഗീതം എന്താണെന്ന് തിരിച്ചറിയണം. ഒത്തിരി പേര് അനുമാനിക്കുകയാണ്, എന്നെ കുറിച്ചുള്ള ദൈവഗീതം ഇന്നതായിരിക്കും എന്നുള്ള അനുമാനത്തിലൂടെയാണ് പോകുന്നത്. പക്ഷെ അനുമാനത്തിൽ കൂടെ പോകേണ്ടവരല്ല ദൈവമക്കൾ. നമുക്ക് തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ വചനമുണ്ട്. ഈ എഴുതപ്പെട്ട ദൈവവചനം, ആമേൻ, യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന പോലെ ഇത് ദൈവമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനത്തിലൂടെ നമ്മൾ തിരിച്ചറിയണം എന്നെ കുറിച്ചുള്ള പർപ്പസ് എന്താണ്, ഈ ഭൂമിയില് ദൈവം എന്തിനാണ് എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തില് എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള FMBBയുടെ മിഷണറിമാരില് ഒരു 18 പേരോളം പെട്ടെന്ന് മാറ്റപ്പെട്ടു. 1-2 മാസത്തിന്റെ ഉള്ളില് ഉത്തരേന്ത്യയിലും സൗത്ത് ഇന്ത്യയിലുമുള്ള ധാരാളം ആളുകൾ. സങ്കടമായിരുന്നു, വേദനയായിരുന്നു. പക്ഷെ കൊറോണയ്ക്ക് എനിക്ക് 2 പ്രാവശ്യം കൊറോണ വന്നു. ദൈവത്തിന് സ്തോത്രം. 2 പ്രാവശ്യം ഒരെണ്ണം ആ തീഷ്ണമായ ടൈമിലാണ് വന്നത്. പക്ഷെ എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു. ഞാനൊരു കുറച്ചു നാളെ എൻ്റെ മുറിക്കുള്ളിലൊന്ന് അടച്ചിരുന്നെന്നുള്ളതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഈ കൊറോണ ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവത്തോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാണ് എന്നെ നിർത്തിയത്? എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ള, കർത്താവിന് വേണ്ടി എരിഞ്ഞു ശോഭിച്ചിട്ടുള്ള എൻ്റെ കൂട്ടു സഹോദരങ്ങള് ഉത്തരേന്ത്യയുടെ മണ്ണില് പെടഞ്ഞു വീണ് മരിച്ചപ്പോൾ എന്തിനാ കർത്താവേ എന്നെ നിർത്തിയത്? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കൊറോണയിൽ ഞാൻ ചത്തുപോകാതിരുന്നറിയാമോ? എൻ്റെ കർത്താവ് പറഞ്ഞു, മോനെ ഇച്ചിരൂടെ ചെയ്തു തീർക്കാനുണ്ട്. അതെന്റെ കഴിവ് കൊണ്ടോ ഞാൻ ജീവിച്ച ചുറ്റുവട്ടത്തിലെ ഹൈജീനിക് സിറ്റുവേഷൻ കൊണ്ടോ ഞാൻ കഴിച്ച ഭക്ഷണം കൊണ്ടൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വലിയ കൃപയാണ്, വലിയ കൃപയാ. നമ്മളെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതിയുണ്ട്. ഈ വയനാട് ദുരന്തം വന്നപ്പോൾ ഞാനും എൻ്റെ കൂട്ടു സഹോദരനും കൂടെ, ഞങ്ങളൊരു 3 പേര് ആ വയനാട് ദുരന്തത്തിലുള്ളവരെ ഒന്ന് സഹായിക്കാനായിട്ട്, അവിടെ നമുക്കൊരു ചെറിയ പ്രാർത്ഥനാ കൂട്ടമൊക്കെ ഉണ്ട്. അപ്പൊ അവർ ബാധിക്കപ്പെട്ട കുറച്ചു പേരുണ്ട്. അവരെയൊക്കെ ഒന്ന് ചെന്ന് കാണുവാനായിട്ട് പോയ വഴിക്ക് തൃശ്ശൂർ വെച്ച് ഞങ്ങളുടെ വാഹനം വളരെ സുരക്ഷിതമായി പോവുകയാണ്. വളരെ സ്പീഡ് കുറച്ച് സൈഡ് ചേർന്നാ പോകുന്നത്. പക്ഷെ ഞങ്ങളുടെ പിന്നാലെ വന്ന ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ വാഹനം ഇടിച്ച് തകർത്തിട്ടാ പോയത്. അവന്റെ ഇഞ്ചൻ മുഴുവൻ പോയി, ഞങ്ങളുടെ ബാക്ക് സൈഡ് മുഴുവൻ പോയി. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഒരു പോറലും സംഭവിച്ചിട്ടില്ല. കണ്ടവർ അതിശയത്തോടിരുന്നു. എന്തിനാ ഞങ്ങളെ നിർത്തിയത്? പ്രൈസ് ദി ലോർഡ്. എത്രയോ ജീവിതങ്ങള് അപകടത്തിൽ നഷ്ടപ്പെടുമ്പോൾ, എത്രയോ ജീവിതങ്ങൾ രോഗത്താൽ മാറ്റപ്പെടുമ്പോൾ എന്തേ ഞങ്ങളെ നിലനിർത്തുന്നത്? എറണാകുളത്ത് പ്രവർത്തിക്കുന്ന എൻ്റെ ഒരു സഹോദരിയുണ്ട്, മിഷണറിയാണ്. വളരെ ശക്തമായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന സഹോദരിയാ. പെട്ടെന്ന് ഒരു ദിവസം ആ സഹോദരിയുടെ ജീവിതത്തിലെ ക്യാൻസർ, അതായത് ലങ്സിനും ഹാർട്ടിനും ഇടയ്ക്ക്, നിങ്ങളിൽ പലർക്കും അറിയാം, ലിസി വാവച്ചൻ എന്ന് പറയുന്ന സഹോദരി, ഹാർട്ടിനും ലങ്സിനും ഇടയ്ക്ക് ക്യാൻസർ ബാധിച്ച് ആ സഹോദരി പറയും, എറണാകുളത്ത് നിന്ന് വെല്ലൂരിലേക്ക് വാഹനം കയറുമ്പോൾ ഉള്ളിലെ തീരുമാനിച്ചു ഇങ്ങോട്ട് ഡെഡ് ബോഡിയെ വരുവുള്ളെന്ന്. പ്രൈസ് ദി ലോർഡ്. 4 വർഷം കഴിയുന്നു, നിലനിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തിന്? നമ്മളെ പലരെയും ഇതുപോലെ രോഗം വന്നപ്പോഴും, കഷ്ടത വന്നപ്പോഴും, അപകടം വന്നപ്പോഴും ജീവനോടെ നിർത്തിയെങ്കില് ദൈവ പൈതല്, കർത്താവിന് ചില പദ്ധതികളുണ്ട്. ലക്ഷ്യമുള്ളവരായി മാറണം. എന്താണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി? അത് വചനത്തിലൂടെ നാം മനസ്സിലാക്കാൻ സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. ആ പർപ്പസ് എന്തെന്ന് മനസ്സിലാക്കിയാല് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുകയുള്ളൂ. നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ലക്ഷ്യമുണ്ടെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടൊരു ജീവിതം നയിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്നും രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെയൊക്കെ ഓടിക്കൊണ്ടേയിരിക്കും. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, എന്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് ദൈവത്തിന് പ്രയോജനമുണ്ട്. എൻ്റെ കുടുംബത്തിനും എൻ്റെ സഭയ്ക്കും എൻ്റെ ദേശത്തിനും അതുകൊണ്ട് പ്രയോജനമുണ്ട്. ലക്ഷ്യബോധം ഉണ്ടാകണം. വചനം പറയുന്നില്ലേ, ദർശനമില്ലാത്തടത്ത് ജനം മര്യാദ കെട്ട് നടക്കുന്നു. എന്താ ഇന്ന് നമ്മുടെ യുവജനങ്ങൾക്ക് സംഭവിച്ചത്? എന്താ ഇന്ന് നമ്മുടെ സഭകൾക്ക് സംഭവിച്ചത്? എന്താണ് ഇന്ന് നമ്മുടെ സഭകളിലെ പല പ്രശ്നങ്ങളും സംഘടനകൾക്ക് സംഭവിക്കുന്നത്? ദർശനം നഷ്ടപ്പെട്ടു പോവുക, ലക്ഷ്യബോധമില്ല. എന്തിനാണ് സഭയെ കർത്താവ് നിർത്തിയത്?
സഭയെന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങൾ പറയും ദൈവത്തിന് അച്ഛന്മാരും കുറെ കെട്ടിടങ്ങളും ഒക്കെയാണ്. ഒരിക്കലുമല്ല. നമ്മളൊക്കെ ഉൾപ്പെടുന്നതാ ദൈവസഭ. രക്ഷിക്കപ്പെട്ട ദൈവസഭയെ എന്തിനായി ഭൂമിയിൽ നിർത്തിയത്? ദൈവത്തിന്റെ ലക്ഷ്യമുണ്ടായിരുന്നു, ആത്മാക്കളെ നേടണമെന്നുള്ളത്. നഷ്ടപ്പെട്ട ആത്മാക്കളെ നേടുവാൻ, പ്രൈസ് ദി ലോർഡ്, സുവിശേഷം പ്രഘോഷിക്കുവാൻ അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചിട്ട് പോയത് അതാണ്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. എന്താ ഈ വഴക്കുകൾക്ക് കാരണം? നമ്മുടെ മധ്യത്തിലും കലഹമുണ്ടാകുന്നുവെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ കലഹമുണ്ടാകുന്നെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നറിയാം? ആ കുടുംബത്തിന് വ്യക്തമായ ദർശനവും ലക്ഷ്യവും ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ആ പർപ്പസ് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതം, ദൈവത്തിന് സ്തോത്രം, ആശയക്കുഴപ്പങ്ങളില്ലാത്തതായി മാറും. ഇപ്പൊ നമുക്ക് പ്രശ്നമാണ്, എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏത് വഴിയിലൂടെ പോകേണ്ടത്? നമുക്ക് വലിയ പ്രശ്നമാണ്. ഈ ആശയക്കുഴപ്പങ്ങൾ ഇല്ലാതാകും എപ്പോഴെന്നറിയാം? എന്റെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവിക ലക്ഷ്യം ഞാൻ മനസ്സിലാക്കി കഴിയുമ്പോൾ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതം, ഈ ദൈവിക ലക്ഷ്യം നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ശ്രദ്ധാപൂർണമായിട്ട് മാറും, ക്രമീകൃതമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ലക്ഷ്യം എന്തെന്ന് നാം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതം, ദൈവത്തിന് സ്തോത്രം, വളരെ ക്രമീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഉടമകളായിട്ട് മാറും. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തെക്കുറിച്ച് ലക്ഷ്യമുണ്ടാകുമ്പോൾ ജീവിക്കുവാൻ നമുക്ക് പ്രചോദനം ഉണ്ടാകും. നിരാശകൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ നമ്മളാരും ആത്മഹത്യ ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം എന്നെ ഈ ഭൂമിയിൽ നിർത്തിയതിന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ, ഞങ്ങൾ പലപ്പോഴും പറയും, സുവിശേഷ വിരോധികൾ കഴുത്തറത്താലും നമ്മളാരും ചാകത്തില്ല. കാരണം വേല തീർത്താ പോകും. അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാനൊക്കെയല്ല. എന്നെ ഈ ഭൂമിയിൽ ആക്കിയ ഒരു ഉദ്ദേശമുണ്ട്. അത് പൂർത്തീകരിക്കുന്ന ആ സെക്കൻഡിൽ ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. ഇവിടെ ഞാൻ പിടിച്ചു നിൽക്കാനൊന്നും എന്നെ കൊണ്ട് നോക്കിയല്ല. നിങ്ങളെ കുറിച്ചും അത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വരെ നമ്മൾ സ്വയം നിരാശപ്പെട്ടു പോകത്തില്ല. നമ്മൾ പ്രചോദിതരായി കർത്താവിന്റെ വേല ചെയ്യുവാൻ സാധിക്കും. ആ ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ നിത്യതയ്ക്കായി നമ്മൾ ഒരുങ്ങും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നാം ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ, ഞാൻ ഈ ഭാഗമൊക്കെ എന്നെ ചിന്തിക്കാൻ മനസ്സിൽ കൂടെ ഒത്തിരി ചിന്ത വരും. ഞാൻ എൻ്റെ കർത്താവിന്റെ അടുക്ക ചെന്ന് എൻ്റെ ദൈവം എന്നോട് ചോദിക്കുമോ, മോനെ നീ എത്ര ഏക്കർ വസ്തു സമ്പാദിച്ചു, നീ എത്ര വലിയ വീട് പണിതു, നിന്റെ കാർ എത്ര, ഇത് വല്ലോ എൻ്റെ ദൈവം ചോദിക്കുമോ? എൻ്റെ ദൈവം ഒറ്റ കാര്യമേ ചോദിക്കുള്ളൂ, മോനെ എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തത്? എൻ്റെ കർത്താവിന് വേണ്ടി എന്താണോ ചെയ്തത് അത് മാത്രമേ എൻ്റെ ദൈവം ചോദിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ മത്തായിയുടെ സുവിശേഷം 23 കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന ഭാഗത്ത് അവിടെ പറയുന്ന, യജമാനൻ, ആമേൻ, ദൈവത്തിന് സ്തോത്രം, വിദേശത്തേക്ക് പോകുമ്പോൾ തന്റെ തൊഴിലാളികളെ വിളിച്ചിട്ട് അവർക്ക് ഉത്തരവാദിത്വവും അധികാരവും കൊടുത്തു പോയെന്ന്. അതായത് ഈ ഭൂമിയില് ദൈവം നമുക്ക് ചില പർപ്പസ്, തൊഴിൽ തന്നു, അതോടൊപ്പം തന്നെ ചില അധികാരങ്ങളും തന്നു. എന്നിട്ട് കർത്താവ് പോയിരിക്കുക, ഒരു ദിവസം വരും, നമ്മളെ വിളിക്കും, കർത്താവ് ചോദിക്കും, നീ എന്ത് ചെയ്തിട്ടുണ്ട്? ഉത്തരം പറയുവാനുണ്ടോ? നമുക്കിപ്പോ സാക്ഷ്യം പറയാം, എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു, ക്യാൻസർ മാറ്റി, പട്ടിണി മാറ്റി, ദാരിദ്ര്യം മാറ്റി, എനിക്ക് ഒത്തിരി കോടികൾ തന്നു. ഇതൊക്കെ പറയാൻ ഒത്തിരി പേര് കാണും. നല്ല കാര്യമാണ്. തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, എഴുന്നേറ്റ് പറയാമോ, എന്റെ ദൈവത്തിന് വേണ്ടി ഈ കഴിഞ്ഞ 365 ദിവസം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? നമുക്കാർക്കും ആരെ സ്ഥാനപ്പെടുത്താനും മാനസാന്തരപ്പെടുത്താനും നോക്കില്ല. പക്ഷെ ഒന്ന് ചെയ്യാം, നമ്മൾ അറിഞ്ഞ സത്യം പങ്കുവെക്കാം. നമ്മൾ അറിഞ്ഞ സത്യം എത്ര പേരോട് പങ്കുവെച്ചിട്ടുണ്ട്? ഈവൻ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളില്ലേ, അവർക്ക് നല്ല സുന്ദരൻ രുചിയുള്ള ആഹാരം കൊടുത്തിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടോ ഈ യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച്? നമ്മൾ പരാജയമാകരുത്. പർപ്പസ് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു ദിവസം ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. നിത്യതയിൽ ചെല്ലുമ്പോൾ അന്ന് ദൈവം ചോദിക്കും, രണ്ട് ചോദ്യമാണ്. ഒന്ന്, എന്റെ മകനായ യേശു ക്രിസ്തുവുമായി നിങ്ങളുടെ ബന്ധം എന്താണ്? ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിലാണോ നിങ്ങൾ ആശ്രയിച്ച് ജീവിക്കുന്നത്? ആമേൻ. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? യേശുവിനെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ചോദിക്കും, ഞാൻ നിനക്ക് തന്നത് നിങ്ങൾ എന്ത് ചെയ്തു? അതായത് ദൈവം നൽകിയതായ ശക്തിയും, ദൈവം നൽകിയ അവസരവും, ദൈവം നൽകിയ ബന്ധങ്ങളും, ദൈവം നൽകിയ വിഭവങ്ങളും എങ്ങനെ ചെലവഴിച്ചു? പ്രൈസ് ദി ലോർഡ്. കർത്താവ് ചോദിക്കും. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ സാധിക്കുമോ? ഇത് നിങ്ങൾക്കായിട്ടാണോ ചെലവിട്ടത്, അതോ ദൈവിക ഉദ്ദേശത്തിനാണോ ചെലവിട്ടിട്ടുള്ളത്?
പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മളിൽ അനവധി ആളുകൾ കൂട്ടായ്മയ്ക്ക് വരുന്നത് എന്തിനാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. വല്ലതും ഇങ്ങോട്ട് കിട്ടാനായിട്ട് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, പള്ളിയിലൊക്കെ വന്ന് എന്നാ കിട്ടാനാച്ചാ? വേറെ ചിലയിടത്തൊക്കെ പോയാൽ ഞങ്ങൾക്ക് കൊട്ടക്കണക്കിനാണ് കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ഭൗതികമായ അനുഗ്രഹത്തിന് വേണ്ടി അല്ലേ നമ്മൾ പലപ്പോഴും ദൈവത്തെ ആശ്രയിക്കുന്നത്? ഒന്ന് ആത്മാർത്ഥയോടെ ചോദ്യം. രോഗസൗഖ്യം ചില കൂട്ടായ്മകളിലൊക്കെ ചെന്നുണ്ടല്ലോ, മുഴുവൻ ആളുകളും രോഗികളാണെന്ന്. അവിടെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ രോഗത്തിന്റെ ലിസ്റ്റാണ്. ഞാൻ എത്രയോ ദേവാലയങ്ങൾ, ഞങ്ങൾ ഇങ്ങനത്തെ സംഘടന ആയതുകൊണ്ട് മിക്കവാറും ഒക്കെ പല പള്ളികളിലും പല സമൂഹത്തിന്റെ കൂടെ നിൽക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലായിടത്തും കേൾക്കുന്ന പ്രാർത്ഥന രോഗസൗഖ്യം രോഗസൗഖ്യം എന്ന് മാത്രമാണ്. മക്കളെ ജർമ്മനിക്കോ ഇംഗ്ലണ്ടിലോ UK-യിലോ ഒക്കെ വിടണമെന്നുള്ള പ്രാർത്ഥനയാണ്, അതിനുവേണ്ടിയുള്ള നിലവിളിയാണ്. പക്ഷെ എങ്ങും കേൾക്കുവാൻ വളരെ റെയർ ആയിട്ടാണ് ഉത്തരേന്ത്യയിലുള്ള മിഷണറിമാർക്ക് വേണ്ടി. ഉത്തർപ്രദേശില് ദൈവത്തിന് സ്തോത്രം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു ജോസ് പാസ്റ്ററും അദ്ദേഹത്തിന്റെ ഭാര്യയും ജയിലിൽ കിടക്കുന്നത്. എത്രയോ കൺവെൻഷനുകളിൽ പോയി ഒരിടത്തെങ്കിലും ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ പ്രവർത്തിക്കുന്നവരല്ല, ഞങ്ങളുടെ മിഷണറി അല്ല, പക്ഷെ കർത്താവിനെ സ്നേഹിച്ചു പോയ വ്യക്തിയാണ്. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുൻപ് ബീഹാറിൽ വെച്ച് അദ്ദേഹത്തിന് മർദ്ദനം കിട്ടിയതാണ്. പല്ലൊക്കെ പറഞ്ഞതാ. നാട്ടിൽ വന്ന് അല്പം ബലം കിട്ടിയപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു പോകുവാൻ വീണ്ടും ഉത്തർപ്രദേശിൽ പോയി ലഘുലേഖ കൊടുത്തതേ ഉള്ളൂ. അറസ്റ്റ് ചെയ്ത് 5 വർഷത്തേക്ക് ശിക്ഷിച്ചിട്ടിരിക്കുക. ഒരു തുള്ളി കണ്ണുനീര് ആ ദൈവദാസന് വേണ്ടി ചെലവിടാൻ സാധിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഞങ്ങളുടെ ഒരു സഹോദരന് സമരേന്ദ്ര സിംഗ്, സുഷ്മിത എന്ന് പറയുന്ന കുടുംബത്തെ ഇന്നലെ പിടിച്ച് ജയിലിട്ടിരിക്കുകയാണ്. ജാമ്യം കിട്ടിയിട്ടില്ല. നാളെ സെഷൻസ് കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളില് ഇങ്ങനെയുള്ള പ്രതികൂലമായ സാഹചര്യമാ. ഇത് കേട്ടിട്ട് പേടിച്ചോടുന്നുണ്ടോ മിഷണറിമാര്? ഒരൊറ്റ മിഷണറി പോലും, ദൈവത്തിന് സ്തോത്രം, ഇത് പേടിച്ചോടുന്നതേ ഇല്ല. ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവർ മാത്രമല്ല, ഈ ഭാരതത്തിലുള്ള ഒരു മിഷണറി സംഘടനയിലെ ഒരു മിഷണറിമാരും പീഡനം മേടിച്ചിട്ട് ഓടിയിട്ടില്ല. ദൈവമക്കളെ, ഓടത്തില്ല. കാരണം ദൈവം കൃപ തന്നിരിക്കുന്നത്, വരം നൽകിയിരിക്കുന്നത് കഷ്ടം സഹിക്കുവാനുള്ള വരമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പം പോകുന്നതോ, ഞാൻ ഇനിയും പറയുന്നതൊക്കെ നിങ്ങൾക്കൊക്കെ ചില ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ ഞാൻ പറയാൻ ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിക്കണം, ഞാൻ പറഞ്ഞു പോകുക. നമുക്ക് ഈ ഭൗതിക അനുഗ്രഹമാണ് വേണ്ടത്. അബ്രഹാമിനെ അനുഗ്രഹിച്ച അനുഗ്രഹത്താൽ അല്ലേ, അബ്രഹാമിനെ അനുഗ്രഹിച്ച അനുഗ്രഹം എന്താണെന്നറിയാമോ? അബ്രഹാമിനെ അനുഗ്രഹിച്ച ഭൗതികമായ ബ്ലെസ്സിംഗ് ആണോ? അബ്രഹാമിന് കിട്ടിയ ഭൗതിക അനുഗ്രഹം എവിടാന്നറിയോ? ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഉൾക്കൊള്ളാൻ ഇച്ചിരി പ്രയാസമാണ്. തേരകിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പം വളരെ സ്വത്തുള്ളവനായിട്ടാണ് വന്നത്. കനാൻ ദേശത്ത് വന്ന് പാർത്തവൻ ഭയങ്കര ക്ഷാമമായി. എല്ലാം തകർന്നപ്പോൾ ഓടി മിസ്രൈമിലേക്ക്. അവിടെ ചെന്നത്തെ സംഭവമൊക്കെ അറിയാമല്ലോ. പറവൻ കുറെ സ്വത്തൊക്കെ കൊടുത്തിട്ട് ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ കിട്ടിയതായി ഭൗതിക അനുഗ്രഹം. ആ അനുഗ്രഹം വേണോ? ബാക്കി നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ മതി. ഞാൻ പരസ്യമായിട്ടത് പറയുന്നില്ല. ഈ ബ്ലെസ്സിംഗ് ആണോ നമുക്ക് വേണ്ടത്? ഈ ഭൗതിക നന്മ വേണമെങ്കിൽ യേശുവിന്റെ പിന്നാലെ വരണ്ടെന്ന്. എന്റെ കർത്താവിന്റെ പിന്നാലെ വന്നാല് ഭൗതികമായി നിനക്ക് സമ്പത്ത് തരാമെന്നും കൊട്ടാരം തരാമെന്നും അപ്പോസ്തലന്മാർ ആരും പഠിപ്പിച്ചിട്ടില്ല, യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ഒരു സത്യം പറയാം, 38ാമത്തെ വർഷമായി ശുശ്രൂഷയിൽ നിൽക്കുന്നത്. 38ാമത്തെ വർഷം. എന്റെ തൊട്ടടുത്തുള്ള എന്റെ സഹോദരൻ എന്റെ കൂടെ ഉണ്ട്, എന്റെ ഏറ്റവും സുഹൃത്താണ്. നിങ്ങൾ വേണം അദ്ദേഹത്തോട് ചോദിച്ചോ, ഈ 38 വർഷവും ഒരൊറ്റ മനുഷ്യന്റെ മുൻപില്, എന്റെ സ്വന്തം അപ്പന്റെ മുമ്പിൽ പോലും 5 രൂപയ്ക്ക് വേണ്ടി ഞാൻ കൈ നീട്ടിയിട്ടില്ല, നീട്ടത്തില്ല. കടം വാങ്ങുവാൻ ദൈവം ഇടവരുത്തത്തില്ല. എന്റെ ദൈവം വിശ്വസ്തനാണ്, സമൃദ്ധിയോടെ നടത്തുന്നത്. എന്നോർത്ത് ലക്ഷങ്ങളും കോടികളും ഒന്നും ഇല്ല കേട്ടോ. ആഗ്രഹിക്കുന്നതൊക്കെ ദൈവം തരുന്നുണ്ട്, ആശ വെച്ചതെല്ലാം. പക്ഷെ ഈ ലോകത്തിലെ വലിയ കാര്യത്തിലൊന്നും ആഗ്രഹമില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൽപ്പന എന്താ? സീനായി പർവ്വതത്തിലെ മോശയ്ക്ക് കൊടുത്ത കൽപ്പന എന്താണെന്നറിയോ? 10 കൽപ്പന. അത് ചുരുക്കമായിട്ട് കൊടുത്ത 10 കൽപ്പന. അതിനകത്ത് ഒരു കൽപ്പനയാണ് മോഹിക്കരുത്, അല്ലേ? ഇത് കത്തോലിക്ക ബൈബിളിലാണ് ആ കൽപ്പന 2 ആക്കിയിട്ടുണ്ട്. കൂട്ടുകാരനുള്ളത് മോഹിക്കരുത്, കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത്, അല്ലേ? അതിൽ ഒരു കൽപ്പന അവർ മാറ്റി, വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത് എന്നുള്ള കൽപ്പന മാറ്റിയിട്ട് ഈ കൽപ്പന 2 ആക്കി 10 തികച്ചു. അത് നമ്മുടെ വിഷയമല്ല. വ്യക്തമായിട്ട് ദൈവന്റെ കത്തോലിക്ക ഹോസന്ന ബൈബിൾ ആയാലും നമ്മൾ പഠിക്കുന്ന ബൈബിൾ ആയാലും അവിടെ ആവർത്തിച്ചു പറയുന്നു, മോഹിക്കരുത്. ഇന്ന് നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? ആഗ്രഹിക്കണം, നിങ്ങൾ മോഹിക്കണം, അല്ലേ? 4th ഡൈമെൻഷനൊക്കെ വായിച്ചിട്ടുണ്ടോ? പോൾ യോങ്കിച്ചോയുടെ എന്താണെന്നറിയോ? ഞാൻ ഇവിടെ വന്നാൽ ഈ ടേബിൾ കണ്ടാൽ ഞാൻ ഇത് ആഗ്രഹിക്കണം, മത്തായി സാറിനെ കണ്ടാൽ സാർ ഓടിക്കുന്ന കാറ് ഞാൻ മോഹിക്കണം,
സാറിന്റെ കയ്യിൽ നിന്ന് താക്കോല് മേടിക്കണം, അത് കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കണം, എന്നിട്ട് ആ കാറിനെ ഞാൻ ഗർഭം ധരിക്കണം, 10ാമത്തെ മാസത്തില് ആ കാർ എനിക്ക് ദൈവം തരും. ഇത് വചനമാണോ? മോഹിക്കരുതെന്ന് കർത്താവ് പഠിപ്പിച്ചാൽ നീ മോഹിക്കാൻ പഠിപ്പിക്കുന്നുവെങ്കിൽ അത് വചനവിരുദ്ധമാണ്. അത് ആരായിരുന്നാലും ഭൗതികമായ അനുഗ്രഹത്തിന് വേണ്ടി അല്ല ദൈവം വിളിച്ചത്. ഒന്നും മോഹിക്കരുത്, ഈ ഭൂമിയിലുള്ള ഒരു സ്വത്തും മോഹിക്കരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ജീവിക്കണ്ടേ? ആഗ്രഹം നമുക്കുള്ളതാണ്, ആഗ്രഹം നമുക്കുള്ളതാ. ഞാൻ വാക്കു പറയാ ദൈവമക്കളെ, കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിയാൽ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ പട്ടിണിക്കിടത്തില്ല. പക്ഷെ കർത്താവ് പറഞ്ഞില്ല നിങ്ങൾക്ക് കോടികൾ തരാവുന്നെന്നും. ഒരു സത്യസന്ധമായി ജീവിക്കുന്ന ഒരു ദൈവദാസനും കോടികൾ സമ്പാദിക്കാൻ ഒക്കത്തില്ലെന്ന്. കാരണം എന്റെ കയ്യില് 10 രൂപ അധികം കിട്ടിയാൽ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ കൂട്ടു സഹോദരൻ പ്രയാസപ്പെട്ടാൽ അത് കൊടുക്കാൻ ദൈവം പ്രേരിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ സഭയിൽ പഠിപ്പിക്കാൻ തുടങ്ങി. എന്താണെന്നറിയോ? ഗലാത്യ ലേഖനത്തിൽ ഒരു വാക്യം എടുത്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. നിങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ. ഇപ്പൊ ഇത് യൂട്യൂബിലൊക്കെ സർവ്വസാധാരണമാണ്. സകല നന്മയിലും ഓഹരി കൊടുക്കണം. അപ്പൊ ഒരു കർത്തൃദാസൻ പഠിപ്പിക്കുകയാണ്, നിന്റെ വസ്തു 3 മക്കളാണെങ്കിൽ 4 ഓഹരിയായി വെച്ച് 1 ഓഹരി കർത്താവിന്റെ ദാസന് സഭയ്ക്ക് കൊടുക്കണം. ഏത് വചനോ പഠിപ്പിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ദശാംശം കൊടുക്കുവാൻ പുതിയ നിയമത്തിൽ ഇല്ല ദൈവമക്കളെ. പുതിയ നിയമത്തിലെ പഠിപ്പീരുകളിൽ ദശാംശമില്ല. പഴയ നിയമത്തിലുണ്ട്, ന്യായപ്രമാണത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ പുതിയ നിയമത്തിൽ നമ്മുടെ മുൻമാതൃക എന്താണെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തികളാണ്. അതാണ് ഒറിജിനൽ സഭ, കറപ്ഷൻ ആകാത്ത സഭ, ആദിമ നൂറ്റാണ്ടിലെ സഭ. പ്രവൃത്തികളുടെ പുസ്തകമാണ്, അതാണ് നമ്മുടെ ട്രഡീഷൻ. ആ സഭ എന്താ പഠിപ്പിച്ചെന്നറിയാമോ? അപ്പോസ്തലന്മാർ, നിങ്ങൾ 2, 3, 4 അധ്യായങ്ങളൊക്കെ പഠിച്ചു നോക്കിയാൽ മതി. ആ സഭയില് വിശ്വാസികൾ എല്ലാവരും ഒരുമിച്ച് കൂടി. അവർ ദിനംതോറും കൂടി വന്ന് അപ്പം നുറുക്കി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കൂട്ടത്തിലെ ജനത്തിന്റെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ അവർ വസ്തുവകളെ വിറ്റ്, അല്ലെങ്കിൽ വസ്തുവകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ദൈവസഭയിൽ വെച്ച് ബുദ്ധിമുട്ടുള്ളവൻ അതിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. എല്ലാം പൊതുവകയെന്നെണ്ണി. അപ്പോസ്തലന്മാർ ആരും പറഞ്ഞില്ല നീ പണം വസ്തു വിറ്റ് കൊണ്ടുതരാൻ. യേശു കർത്താവ് പഠിപ്പിച്ചില്ല, ദശാംശം കൊടുക്കാൻ പഠിപ്പിച്ചില്ല. പക്ഷെ ദൈവസഭയിൽ വന്ന് ആരാധിക്കുമ്പോൾ, ആ സഭയുടെ ബുദ്ധിമുട്ട് നീ മനസ്സിലാക്കുമ്പോൾ, നിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുമ്പോൾ, നിന്റെ ഉള്ളിൽ ദൈവത്താൽ ആത്മാവ് പറയും നീ കൊടുക്കുവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അത് ദശാംശമായിരിക്കില്ല, ഒരുപക്ഷെ അധികമായിരിക്കും. അവിടെയാ ബർന്നബാസ് ചെയ്തത്. ബർന്നബാസ് എന്താ എന്നറിയാമോ? ആ സ്വത്ത് മുഴുവനും കൂടെ വിറ്റുകൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ആ വാക്കൊക്കെ നമ്മൾ ഓർക്കണം. ഇത് നമുക്കൊക്കെ പറ്റുന്നറിയാം. ഈ സ്വത്ത് മുഴുവൻ നമ്മുടെ കയ്യിൽ മേടിക്കും. പിന്നെ നമ്മുടെ പണി എന്നാന്നറിയോ? ഈ കിട്ടിയ കാശിന്റെ കച്ചവടമാണ്. പിന്നെ അതെങ്ങനെ വിനിയോഗിക്കണം, ഇത് എണ്ണി നമ്മുടെ ശുശ്രൂഷയെല്ലാം പോകുമെന്ന്. അപ്പോസ്തലന്മാര് സ്വത്തിന് എവിടെ സ്ഥാനം കൊടുത്തറിയാ? കാലിന്റെ അടിയില്. ആമേൻ. അത്ര ഉള്ളെന്ന ഈ പണത്തിന് സ്ഥാനം. നമ്മൾ പണത്തിലല്ല ആശ്രയിക്കേണ്ടത്. ശുശ്രൂഷയിൽ നമ്മൾ ചാരേണ്ടത് പണത്തിലല്ല, സർവശക്തനായ ദൈവത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. EGM-ലെ ശുശ്രൂഷകളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, സമ്പത്തിന് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ എന്ന്. ഞെരുക്കം വന്നിട്ടുണ്ട്, പക്ഷെ തക്ക സമയത്ത് കർത്താവ് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാ ദൈവത്തിന്റെ മക്കൾക്ക് കൊടുക്കുന്നത്. ഇത് കണ്ടപ്പോൾ ആ കൂടുതൽ അനന്യാസ് സഫീറയുണ്ട് അല്ലേ? ബർന്നബാസിന് ഇപ്പൊ ഞങ്ങളെ പോലുള്ള ശുശ്രൂഷകരെ പോലെ ആയിരിക്കും. പത്രോസ് ഒന്ന് പൊക്കി അല്ലേ, മുഴുവനും വിറ്റുകൊണ്ട കാൽക്ക്. അപ്പം ബർന്നബാസ് നോക്കി, ഇത് അനന്യാസ് കണ്ടു, ഇത് നല്ല പരിപാടിയാണ്, പബ്ലിക്കായിട്ട് 10 പേരൊന്ന് പൊക്കുമല്ലോ. നമ്മൾ അങ്ങനെയാണല്ലോ കൊടുക്കുന്നത് അല്ലേ? ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിന്റെ ലക്ഷ്യം അതാണ്. എന്നെ 10 പേർ അറിയണം, എനിക്ക് മുഖ്യാസനം കിട്ടണം, എന്നെ ഇവിടെ കയറ്റി പ്രസംഗിച്ചാൽ ഞാൻ ലക്ഷങ്ങൾ സഭയ്ക്ക് തരാം. ഇതാണല്ലോ ഇന്ന് കാണുന്നത്. അതുകൊണ്ട് ഞങ്ങളെ പോലെ ഉള്ളവരൊക്കെ ദൈവകൃപയുള്ളവനാണോന്നോ, രക്ഷിക്കപ്പെട്ടവനാണെന്നോ, സാക്ഷ്യമുള്ളവനാണോ ഒന്നും നോക്കിയല്ലെന്ന്. നിന്റെ ലക്ഷങ്ങൾ എന്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ നിനക്ക് സ്റ്റേജ് സ്ഥാനം തരാമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സംഭവിക്കുന്ന ചുതി അവിടെയാണ്. പക്ഷെ അത് കണ്ടപ്പോൾ അനന്യാസിന് സഫീറയ്ക്ക് ഒരു ആഗ്രഹം, ഈ പേര് കിട്ടണമെന്ന്. അവരും വസ്തുവെല്ലാം വിറ്റ് കയ്യിൽ കിട്ടിയപ്പോൾ ഓർത്തേടാ, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മക്കളുടെ കാര്യം എങ്ങനെയാണ്? അതുകൊണ്ട് കുറച്ചുകൊണ്ട് ഒളിച്ചു വെച്ചു അല്ലേ? പത്രോസ് ചോദിച്ച ചോദ്യമുണ്ട്. പത്രോസ് എന്താ, ഇതെല്ലാം പ്രവൃത്തിയുടെ പുസ്തകത്തിലുണ്ട് കേട്ടോ, ഞാൻ വാക്യം എടുക്കുന്നില്ല. പത്രോസ് ചോദിച്ച ചോദ്യം, മോനെ ഇത് വിൽക്കുന്നതിന് മുമ്പേ നിന്റെ അല്ലായിരുന്നോ? വിറ്റത് ശേഷവും നിന്റെ അല്ലാതിരുന്നോ? നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ഇവിടെ കൊണ്ടുവരുവാൻ? പിന്നെ നീ എന്തിനാ ദൈവാത്മാവിനോട് കള്ളത്തരം കാണിച്ചത്? ദൈവം അത് മാത്രമേ നോക്കുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്.
നീ മുഴുവനും കൂടെ വിറ്റുകൊണ്ടുവരാൻ പറയുന്നില്ല. ദൈവസഭയുടെ ആവശ്യം അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് സത്യസന്ധമായി കൊടുക്കുമ്പോൾ ദൈവം മാനിക്കും. കാപട്യം കാണിച്ചാൽ ദൈവപൈതല് അവിടെ തകർക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് തന്ന വിഭവങ്ങളൊക്കെ ദൈവിക ഉദ്ദേശത്തിനായി ചെലവിടണം. നമുക്ക് എല്ലാത്തിനും മാതൃക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മാതൃക എന്താണ്? അതാ ഞാൻ ഇവിടെ വായിച്ചത്, അല്ലേ? നമ്മളെല്ലാം പറയുന്ന നസ്രേത്ത് മാനിഫെസ്റ്റോ. ലൂക്കോസിന്റെ സുവിശേഷം 4 അധ്യായത്തില് നമ്മൾ ഈ വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. 4:16-21 വരെ യേശു കർത്താവ് ആമേൻ യെരുശലേം ദേവാലയ പള്ളിയിൽ വന്ന് യെരുശലേം അവിടുത്തെ പള്ളിയിൽ ദൈവത്തിന് സ്തോത്രം വന്ന് നിന്നുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്ത് തുറന്നു വായിച്ചു. 61 അധ്യായത്തിലാണ്. നിങ്ങൾ ആ പുസ്തകം പഠിച്ചാലേ കർത്താവ് വായിച്ചപ്പോൾ ഒരു വാക്ക് കർത്താവ് വിട്ടുകളഞ്ഞു. ഏതെന്നറിയാം? 61 അധ്യായത്തിൽ പറഞ്ഞതിൽ നിന്ന് ഒരു വാക്ക് കർത്താവ് ഈ മാനിഫെസ്റ്റോ അല്ലെ നസ്രത്തിൽ കർത്താവിന്റെ പ്രകടന പത്രിക, ഈ ഭൂമിയിൽ കർത്താവ് വന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമായി അവിടെയുള്ള സമൂഹത്തെ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു കാര്യം കർത്താവിന് ദൈവത്തിന് യെശയ്യാ പ്രവാചകൻ 61 വായിച്ചാല് കർത്താവിന്റെ പ്രസാദ വർഷവും പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാൻ ഘോഷിക്കുവാനാ വന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ലൂക്കോസിൽ വന്നപ്പോൾ കർത്താവ് പ്രതികാര ദിവസം എന്നുള്ളത് മാറ്റി, അല്ലേ? അതിന് കർത്താവിന് തെറ്റുപറ്റിയാണോ? അല്ല, കർത്താവിന് അറിയാൻ തന്റെ ലക്ഷ്യം എന്താണെന്ന്. എന്തിനാ പ്രതികാരം കാണിക്കാൻ ഒരു ദിവസം, ന്യായവിധിക്കായി ഒരു ദിവസം വരുന്നുണ്ട്. ഇപ്പോൾ പ്രസാദ വർഷം പ്രസംഗിക്കുവാനാണ് വന്നത്. അതായത് ലക്ഷ്യം വ്യക്തതയോടെ എന്റെ യേശുവിന് അറിയാമായിരുന്നു. എന്തിനാണ് താൻ ഈ ഭൂമിയിലേക്ക് വന്നത്, പിതാവായ ദൈവം എന്തിനാണ് ഈ ഭൂമിയിലേക്ക് എന്നെ അയച്ചത്, അവിടെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? ദൈവത്തിന് സ്തോത്രം. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ, എളിയവരോട് സുവിശേഷം അറിയിപ്പാൻ, ആമേൻ, ദൈവത്തിന് രക്ഷയുടെ സന്ദേശം, ആമേൻ, പാപത്താൽ അല്ലെങ്കിൽ ആദമ്യ പാപത്താൽ തകർന്നുപോയ ദൈവവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട്, ആമേൻ, കൃപ നഷ്ടപ്പെട്ടതായ മാനവജാതിയെ, ദൈവ തേജസ് നഷ്ടപ്പെട്ടതായ മനുഷ്യകുലത്തെ തന്റെ രക്തത്താൽ വീണ്ടെടുക്കുവാൻ, ആ സന്തോഷം അറിയിക്കുവാനാ യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. പ്രൈസ് ദി ലോർഡ്. ലക്ഷ്യമായ വ്യക്തബോധം, വ്യക്തിബോധം, ദർശനബോധമുള്ള യേശു കർത്താവ്, അതേ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഇനി ദാസഗീതം എന്നാണ് അറിയപ്പെടുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61 അധ്യായം, ദൈവത്തിന് 42 അധ്യായം, അതുപോലെ 49 അധ്യായം, ദൈവത്തിന് സ്തോത്രം 50 അധ്യായം, ഈ ഭാഗങ്ങളിലൊക്കെ ഇതിനോട് സമാനമായ യേശു കർത്താവിന്റെ സെർവന്റ് സോങ് എന്ന് പറയുന്ന ദാസഗീതം എന്നറിയപ്പെടുന്ന ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ നമ്മളൊന്ന് പഠിച്ചാൽ ദൈവത്തിന് സ്തോത്രം എന്താണ് ഈ ദർശനം ഉള്ളതായ അല്ലെ വ്യക്തത ഉള്ളതായ കർത്താവിന് എങ്ങനെ നമ്മളെ സഹായിക്കാൻ സാധിക്കുമെന്ന് ആ ഭാഗങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന്റെ പ്രകടന പത്രികയില് ദളിതരോട് സദ്വാർത്ത ഘോഷിപ്പാൻ, പ്രസാദ വർഷം അറിയിക്കുവാനാണ് കർത്താവ് വന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ യെശയ്യാവ് 49 അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള അതും ദാസഗീതമാണ്. അവിടെ കർത്താവ് പറയുന്നത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, ദൈവത്തിന് സ്തോത്രം. അതായത് ഞാൻ ജനിക്കുന്നതിന് മുന്നമേ എന്റെ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തു എന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മളെ ഈ ഒരു ദൗത്യത്തിന് വേണ്ടി കർത്താവ് തെരഞ്ഞെടുത്തുവെങ്കിൽ നമ്മൾ എവിടെയാ ജനിക്കുന്നതിന് മുമ്പേ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം പഠിച്ചാൽ അറിയാം. യിരെമ്യാ 1 അധ്യായത്തിലെ യിരെമ്യാ പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്, ദൈവത്തിന് ഉരുവാക്കുന്നതിന് മുന്നമേ ദൈവം എന്നെ അറിഞ്ഞു, ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുന്നമേ ദൈവത്തിന് സ്തോത്രം കർത്താവ് എന്നെ വിശുദ്ധീകരിച്ചു, എന്നെ നിയമിച്ചു എന്ന്. അതായത് നിയോഗം കൂടെ ഏൽപ്പിച്ചിട്ടാണ് യിരെമ്യാവിന് ഈ ഭൂമിയിൽ ജനിക്കുവാൻ കർത്താവ് അനുവദിച്ചത്. അവൻ ഈ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ അറിയുന്നവൻ, അമ്മയുടെ ഉദരത്തിൽ വന്ന് പരിശുദ്ധാത്മാവിനാൽ നിറച്ച് തന്റെ നിയോഗം കൂടെ ഏൽപ്പിച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് വിട്ടത്. ഈ ഭൂമിയിൽ ആയിരുന്നെങ്കിലോ, ഇന്ന് സംഘടന ആയിക്കൊള്ളട്ടെ, ഞാൻ നിൽക്കുന്ന ഫ്രണ്ട്സ് മിഷണറി പ്രയർ ബാൻഡിൽ മിഷണറി ആകണമെങ്കിൽ അവർ ചില യോഗ്യതകളൊക്കെ വെച്ചിട്ടുണ്ട്. ആ യോഗ്യതകൾ ഉള്ളവരെ മാത്രമേ, എത്ര സമർപ്പണം ഉണ്ടെങ്കിലും ആ യോഗ്യത ഇല്ലെങ്കിൽ ആ ഇന്റർവ്യൂ ബോർഡ് തട്ടിക്കളയും. നല്ല സമർപ്പണമുള്ള വിശ്വാസിയായിരിക്കുക, പക്ഷെ ഇവര് പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയെ തട്ടിക്കളയും, അല്ലേ? നമ്മളൊക്കെ ജനിച്ചതായ കുടുംബത്തിന്റെ, എന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം എടുത്ത് നോക്കിയാൽ ഈ ശുശ്രൂഷയ്ക്കൊന്നും വരാൻ ഞാൻ ഒട്ടും യോഗ്യനല്ല. പലപ്പോഴും എൻ്റെ ദേശത്തുള്ളവരൊക്കെ പറയും, ഇവന്റെ അപ്പൻ ഭയങ്കര കുടിയനായിരുന്നു. സത്യമാണ്, എൻ്റെ അപ്പൻ നല്ലൊരു മദ്യപാനിയായിരുന്നു.
പക്ഷെ ഞാൻ ശുശ്രൂഷയ്ക്ക് വന്നതിന്റെ മെച്ചം മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കർത്താവിനെ എൻ്റെ അപ്പൻ സ്വീകരിച്ചെന്നുള്ളതാണ്. എനിക്കന്ന് വലിയ പ്രതിഫലം അതാണ്. ദൈവത്തിന് നല്ലൊരു മദ്യപാനിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ പറഞ്ഞ് ഞാൻ എങ്ങനെ ഈ വേദോസം എടുത്തുകൊണ്ട് വരുന്നത്? എൻ്റെ വിദ്യാഭ്യാസം നോക്കിയാൽ ഈ ശുശ്രൂഷയ്ക്ക് വരുവാൻ യോഗ്യതയുള്ളവനല്ല. പ്രൈസ് ദി ലോർഡ്. ഫ്രണ്ട്സ് മിഷണറി പ്രയർ ബാൻഡ് ഇന്റർവ്യൂവിന് പോയപ്പോൾ ആരും അവർ തഴഞ്ഞതാ. കാരണം നിന്നെ കൊണ്ട് കൊള്ളത്തില്ലെന്നാ പറഞ്ഞത്. മലയാളം അല്ലാതെ മറ്റൊന്നും അറിയത്തില്ലായിരുന്നു. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ 4-5 ഭാഷ സംസാരിക്കാനുള്ള കൃപ ദൈവം തന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു യോഗ്യതയുമില്ലെന്ന്. പക്ഷെ കർത്താവ് നമ്മളെ തെരഞ്ഞെടുക്കുകയാണ്. യോഗ്യതകൾ നോക്കാതെ, ജനിച്ച കുടുംബം നോക്കാതെ, നിന്റെ ശരീരത്തിലെ നിന്റെ കളർ നിറം നോക്കാതെ, നിന്റെ കുലമേതെന്ന് നോക്കാതെ, നിന്റെ യോഗ്യത നോക്കാതെ സ്വർഗം തെരഞ്ഞെടുത്തു. ആമേൻ. അത് ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഭാഗം വായിച്ചാല് കർത്താവ് തന്നെ പറയുന്നുണ്ട്, മൂർച്ചയുള്ള ആയുധമായി എൻ്റെ കൈയുടെ മറവിൽ ഞാൻ നിന്നെ നിഴലിൽ നിർത്തിയിരിക്കുകയാണെന്ന്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം വായിച്ചാലുണ്ട്. 49 മൂർച്ചയുള്ള ആയുധമായി. അപ്പൊ തെരഞ്ഞെടുത്ത് എന്നെ ഷാർപ്പ്നെസ് ഉള്ള ആയുധമാക്കി അവന്റെ നിഴലിൻകിരി വെച്ചിരിക്കുക. അവൻ മിനുസമുള്ള അമ്പാക്കി അവന്റെ പൂണിയില മറച്ചു വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്നെ തെരഞ്ഞെടുത്തെങ്കിൽ എനിക്ക് അതിനുള്ള കൃപ തരുമെന്ന്. ഷാർപ്പ്നെസ് കർത്താവാ തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് നെയ്യാറ്റിങ്കരയായിരുന്നു. നെയ്യാറ്റിങ്കര പാറശാലയിൽ ഞങ്ങളുടെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ട്. അവിടുത്തെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ അവിടെ ചെന്നതാണ്. അവിടുത്തെ ഇതുവരെ പ്രവർത്തിച്ച സഹോദരന് ഇപ്പൊ പ്രായാധിക്യമായിട്ട് പുതിയ ചെറുപ്പത്തിൽ ഒരാളെ പരമേൽപ്പിക്കാൻ ആ ഒരു ഹാൻഡ് ഓവറിംഗ് സെഷനായിട്ട് ചെന്നതാണ്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി. ദൈവത്തിന് തങ്കയ്യ മേസ്ത്രി എന്ന് പറയുന്നത്, പാറശാല തമിഴ്നാട് തങ്കയ്യ മേസ്ത്രി. അദ്ദേഹം ഈ പ്രവർത്തനത്തിൽ ഞങ്ങളുടെ കളക്ഷൻസ് എടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നു. പക്ഷെ കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പേ മുന്നോട്ട് വരുമ്പോൾ മലയാള അക്ഷരം തമിഴക്ഷരവും എഴുതാൻ അദ്ദേഹത്തിന് വ്യക്തതയില്ല. ഒരു വിധത്തിലൊക്കെ ഇങ്ങനെ വരച്ചു വെക്കുകയുള്ളൂ. റെസിപ്റ്റ് പോലും എഴുതുവാൻ അറിയത്തില്ല. പക്ഷെ അദ്ദേഹം പോയി കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞു വീടുകൾ. ഇപ്പം 2 വർഷം കഴിഞ്ഞ് ചെന്നപ്പോൾ ആ കർത്താവിന്റെ ദാസൻ എന്നോട് പറയാ, ഇപ്പോൾ എനിക്ക് നല്ലവണ്ണം എഴുതാൻ അറിയാം. ഞാൻ ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചാൽ നിന്നെ ശക്തീകരിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അത് അഭിഷേകം. ദൈവത്തിന്റെ അഭിഷേകം എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്ന ശരീരത്തിലെ ചില ഇളക്കപ്പെരുക്കങ്ങളൊക്കെ എന്നാ നമ്മളൊക്കെ ഓർക്കുന്നതാ. അതല്ല കേട്ടോ, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. അതും അഭിഷേകത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ദൈവം നമ്മളെ ശക്തീകരിക്കുന്നത് പ്രൈസ് ദി ലോർഡ് തന്റെ ശുശ്രൂഷയ്ക്ക് നമ്മളെ മൂർച്ചയുള്ളവരാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ചിലയിടത്ത് ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോൾ ചിലരൊക്കെ പറഞ്ഞിട്ടില്ലേ, അച്ഛന്റെ ആ ഒരു വാക്ക്, പാസ്റ്റർ പറഞ്ഞ ആ ഒരു വാക്ക് എന്നെ ഒത്തിരി സ്പർശിച്ചെന്ന്. എവിടുന്നാ വാക്ക് കിട്ടിയത്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് തരുന്നതാ. കാരണം ദൈവം നമ്മളെ ശക്തീകരിച്ചു നിർത്തുകയാണ്. മിനുസമുള്ള അമ്പായി തക്ക സമയത്ത് ഉപയോഗിക്കുവാൻ ദൈവം നിർത്തിയിരിക്കുന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. അവിടെ തന്നെ പറയുന്നുണ്ട്, എന്റെ പ്രതിഫലം യഹോവയുടെ പക്കലാണ്. ദൈവത്തിന് സ്തോത്രം. എന്റെ പ്രതിഫലം ദൈവത്തിന്റെ പക്കലും എന്റെ ന്യായം യഹോവയുടെ സന്നിധിയില്. ദൈവത്തിന്റെ പക്കലും യഹോവയുടെ അടുക്കലുമാ എനിക്ക് ന്യായം കിട്ടുന്നത്, എനിക്ക് പ്രതിഫലം കിട്ടുന്നത്. നമ്മുടെ പ്രശ്നം എന്തെന്നറിയാം, നമ്മൾ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഇതെല്ലാം കിട്ടണമെന്നാ. ഇതെന്റെ കർത്താവിന്റെ സൈഡിലുണ്ടെന്ന്. നിനക്ക് ന്യായം തരാൻ സ്വർഗത്തിലെ ദൈവമുണ്ട്, നിനക്ക് പ്രതിഫലം തരാൻ സ്വർഗത്തിലെ ദൈവമുണ്ട്. അത് ദൈവത്തിന്റെ കരങ്ങളിലാണെന്നുള്ള ബോധ്യമുണ്ടാകണം. അവൻ നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ ലജ്ജിപ്പിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇനി എന്താ നിന്റെ ശുശ്രൂഷ എന്ന് അവിടെ തന്നെ പറയുന്നുണ്ട്. ആമേൻ. യാക്കോബിനെ തിരിച്ചു വരുത്തുക, ഇസ്രായേലിനെ ശേഖരിക്കുക, രക്ഷഭൂമിയുടെ അറ്റത്തോളം എത്തിക്കുക. 2 കാര്യം. ഒന്ന്, യാക്കോബിനെ ശേഖരിക്കണം, തിരിച്ചു വരുത്തണം. പിന്മാറിപ്പോയ വിശ്വാസിയെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരേണ്ട ദൗത്യം നമുക്കുള്ളതാണ്. രക്ഷഭൂമിയുടെ അറ്റത്തോളം എത്തിക്കണം. ഇതല്ലാതെ ഏത് പണിയാ ദൈവം നമ്മളെ ഏൽപ്പിച്ചത്? പ്രൈസ് ദി ലോർഡ്. ഈ 2 കാര്യമല്ല ഉള്ളോ. നമ്മുടെ കൂട്ടത്തിൽ എത്ര പേര് പിന്മാറിപ്പോയി? ഇപ്പോഴത്തെ ഒരു പരിപാടി എന്നറിയാം, പോകുന്നവനൊക്കെ പൊക്കോട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഉള്ളവര് മതി. ഇപ്പൊ മിക്കവാറും സഭകളിലൊക്കെ കേൾക്കുന്ന ഇതാണ്, പോകുന്നവരൊക്കെ പോട്ടെ, ഉള്ളവര് മതി. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അതല്ല. കാണാതെ പോയ ഒരു ആടിനെ തേടി പോയവനാ 99നെ നിർത്തിയിട്ടാ പോയത്. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് ഒരു വ്യക്തിക്ക് വേണ്ടി സ്നേഹിക്കുന്നവനാ. പ്രൈസ് ദി ലോർഡ്. എന്തിനാ കർത്താവ് ആമേൻ ദൈവത്തിന് സ്തോത്രം ഗന്നസേര് തടാകം താണ്ടി അവിടെ പോയത്? ദൈവത്തിന് സ്തോത്രം. ഒരു ഭൂതഗ്രസ്തന് വേണ്ടി കർത്താവ് പോയില്ലേ? ഒരു ഭൂതഗ്രസ്തനെ തേടി കർത്താവ് പോയെങ്കിൽ
ആമേൻ ശമരിയക്കാരത്തി സ്ത്രീക്ക് വേണ്ടി ആ കിണറിന്റെ അരികിൽ കാത്തു നിന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്, എന്റെ അപ്പൻ തേടി പോകുന്ന ദൈവമാ. പിന്മാറിപ്പോയ പത്രോസ് ഇല്ലേ, പ്രൈസ് ദി ലോർഡ്, നമ്മളൊക്കെ ആണെങ്കിൽ ആ പത്രോസിനെ പിന്നെ ജന്മത്തിൽ നമ്മുടെ കൂടെ കൂട്ടുകയില്ലായിരുന്നു. ഇവനെ അറിയില്ലെന്നും പറഞ്ഞു പ്രാഗി അലച്ചിട്ട് കൂട്ടത്തിലുള്ള 7 എണ്ണത്തിനെ ഗ്രൂപ്പ് കൂട്ടിയാ പോയത്. ഒരാളെ അല്ല കേട്ടോ, 7 ശിഷ്യന്മാരെ ഗ്രൂപ്പാക്കിക്കൊണ്ട് ഈ ശുശ്രൂഷയിൽ നിന്ന് പിന്മാറിപ്പോയവനെ തേടി ആമേൻ ദൈവത്തിന് സ്തോത്രം. ആ തടാകത്തിന്റെ കരയില് അവന് വേണ്ടി ഭക്ഷണം ഒരുക്കി കാത്തിരുന്ന ഒരു രക്ഷകനില്ലേ, ആ ദൈവത്തിന്റെ വേലക്കാരാ നമ്മള്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാട് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാകണം. ദൈവസഭ അതാണ്, കർത്താവിന്റെ ശരീരമാണ്. എന്റെ ശരീരത്തിന്റെ ഒരവയവം നഷ്ടപ്പെട്ടാൽ എനിക്ക് വേദന ഉണ്ടാകണം. അതല്ലേ പൗലോസ് കൊരിന്ത്യ സഭയോട് പഠിപ്പിച്ചത്? പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് ആമേൻ പോകുന്ന പോട്ടെന്നാണോ? ഇന്ന് ഞാനിവിടെ വന്ന എന്റെ മുഴുവൻ ശരീരത്തോടു കൂടെയാ. എന്റെ കാല് പ്രയാസമായിരുന്നു, ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ലായിരുന്നു. അത് കാലിനല്ലേ, അവനെ മാറ്റി വെച്ചു വരാൻ നടക്കുന്ന കാര്യമാണോ? ഇവിടെ ഞാൻ ഇന്ന് ഒരു വാക്ക് സംസാരിക്കണമെങ്കിൽ എന്റെ മുഴുവൻ ശരീരവും അതിനോട് ചേർന്നാലേ ഒക്കെ ഉള്ളൂ. അത് നാവിന്റെ പ്രവൃത്തിയല്ല, എന്റെ മുഴുവൻ ശരീരത്തിന്റെ പ്രവൃത്തിയാണ്. തിരിച്ചറിയണം. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ കൂട്ടത്തിൽ ഓരോരുത്തരും പ്രാധാന്യമുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മെ അതിനുവേണ്ടി കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായിട്ട് ആമേൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം, ദാസഗീതത്തില് 42-ാം അധ്യായം നമ്മൾ പഠിച്ചാൽ അതിന്റെ 1 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, എന്റെ ആത്മാവിനെ ഞാൻ നിന്റെ മേല് അവന്റെ മേൽ വെച്ചിരിക്കുന്നു. അതായത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തുവെന്ന് ബോധ്യമായാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവ് ലഭിക്കുമെന്നുള്ളതാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം നമ്മിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. ആത്മശക്തിയോടെ ശുശ്രൂഷിക്കാൻ സാധിക്കണം. എല്ലാ ദൈവമക്കളെയും കർത്താവിന്റെ ആത്മാവിനാൽ ശക്തീകരിക്കും. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? കർത്താവ് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പഠിക്കുന്നു, 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തില്, യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട എന്റെ പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ആത്മാവിന്റെ അഭിഷേകം വേണമെങ്കിൽ ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. പണ്ട് നമ്മുടെ എല്ലാ സഭകളിലും കാത്തിരിപ്പ് യോഗം ഉണ്ടായിരുന്നു അല്ലേ? ഒരു സഭയ്ക്ക് വേണ്ടി മാത്രം. ഇന്ന് ആകെ കൂടെ കാത്തിരിപ്പ് യോഗം കേൾക്കുന്ന ഒരൊറ്റ സഭയുള്ളൂ, TPM. അവര് മാത്രമേ കേൾക്കുന്നുള്ളൂ കാത്തിരിപ്പ് യോഗമെന്ന്. കാത്തിരിപ്പ് യോഗത്തിനും നമ്മുടെ കൂട്ടായ്മയ്ക്കൊന്നും വലിയ വ്യത്യാസമുണ്ട്. കൂട്ടായ്മ വലിയ ഈസിയാ ദൈവമക്കളെ. നമുക്ക് ഒരുമിച്ച് കൂടാ, സ്വോത്രം പറയാം, പാടിക്കാം, പ്രസംഗിക്കാം, ആമേൻ, അത് കഴിഞ്ഞ് നല്ല കാപ്പിയും കുടിച്ചിട്ട് പോവാം. കാത്തിരിപ്പ് യോഗം അങ്ങനെയല്ല. ഞങ്ങളുടെ റാന്നിയില് ആമേൻ ഒരു മർത്തോമ അപ്പച്ചനുണ്ടായിരുന്നു. അദ്ദേഹം 95-ാമത്തെ വയസ്സിലാണ് മാറ്റപ്പെട്ടത്. അദ്ദേഹം എന്നോട് കാത്തിരിപ്പ് യോഗത്തെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഈ കാത്തിരിപ്പ് യോഗത്തിൽ ഇരുന്നുള്ള അനുഭവമുണ്ട്. ആ കാത്തിരിപ്പ് യോഗത്തിൽ ഇരുന്ന് അഭിഷേകം പ്രാപിച്ചോടെ ചരിത്രങ്ങള് ഇന്ന് ബയോഗ്രഫി ആയിട്ടൊക്കെ വായിക്കാനൊക്കെ കിട്ടും. അന്ന് എല്ലാ സഭകളിലും ഉണ്ടായിരുന്നു കാത്തിരിപ്പ് യോഗം. അതിന്റെ പ്രത്യേകത എന്നറിയാം? ദൈവമക്കൾ ഒരുമിച്ച് ആത്മനിറവിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുമ്പോൾ അവർ ദൈവസന്നിധിയില് പ്രാർത്ഥിക്കുകയും പാടുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദൈവാത്മാവ് അവരുടെ ഉള്ളില് പാപബോധത്തെ കൊണ്ടുതരും. അല്ലെങ്കിൽ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരുത്തൻ, അവനിൽ ദൈവാത്മാവ് വന്നിട്ട് വിളിച്ചു പറയും, സഹോദര, നീ ദൈവത്തോട് മറുതലിക്കുകയാണ്, നിന്റെ ഉള്ളിൽ ഇന്ന പാപമുണ്ട്. ഏറ്റുപറയാൻ പറയും, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ പറയും. അത് ചില പ്രയാസമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്താ പറയുക, കാത്തിരിപ്പ് യോഗമേ ഇല്ലാതാക്കി. കാരണം ഇന്ന് നമ്മുടെ സഭകളിലൊക്കെ ചിലരുടെയൊക്കെ വിഷയം വെളിപ്പെടുത്തിയാല് അല്ലേ, ഞാൻ എന്റെ ദൈവത്തിന് ഒത്തിരി സ്തോത്രം പറയും. എന്നറിയോ, ഇന്ന് ഞാൻ എത്ര മാന്യനായിട്ട് നിങ്ങളുടെ മുമ്പ് ഇരിക്കുന്നറിയോ? എന്റെ അവസ്ഥ എന്തെന്ന് അതുപോലെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തിട്ട് എനിക്കിവിടെ നിൽക്കാൻ നോക്കോ? അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ മൂടി വെച്ചിരിക്കുക. അത് വലിയ ക്രെഡിറ്റ് ആയിട്ട് ഞാൻ നിൽക്കുക. ഞാൻ പരിശുദ്ധനായിട്ട് ചമഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ കാത്തിരിപ്പ് യോഗം നടത്തത്തില്ലെന്ന്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലെ മുഴങ്കാലിൽ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. എന്താ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ മാനസാന്തരം ഉണ്ടാകാത്തത്? ഇന്നത്തെ പ്രസംഗങ്ങളിൽ എന്നാ ജനം മാനസാന്തരപ്പെടാത്തത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു ദൈവത്തിൽ 65-ലാണ് ഞാൻ ജനിച്ചത്. ഒരു 80-കളില് 79, 80-കളിലൊക്കെ ഞങ്ങളുടെ മന്നവരത്തിൽ ഒരു വലിയ കൺവെൻഷൻ ഉണ്ട്. അന്നത്തെ കൺവെൻഷനിൽ വലിയ കൂട്ടമാണ്. 5000, 6000 പേരൊക്കെ വരുന്ന വലിയ കൂട്ടമാണ്. എല്ലാ സഭക്കാരും ഇന്നത്തെ കൂട്ട് ആമേൻ ഇങ്ങനെ ഓരോ കാരായിട്ടൊന്നും മാറ്റിയിട്ടില്ല.
അന്നൊരു കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിലുള്ള എല്ലാവരും കടന്നു വരും, ആരുടെ കൺവെൻഷൻ ആയാലും. പ്രൈസ് ദി ലോർഡ്. ആ കൺവെൻഷനുകളിൽ ഞാൻ കേട്ടിട്ടുള്ള വാക്കുകൾ ഇന്നും എന്നെ, അന്ന് ഞാൻ ടീനേജ് ആണ്, 14-15 വയസ്സൊക്കെ ഉള്ളൂ. ആ കൗമാരപ്രായത്തിൽ എൻ്റെ കാതിൽ കേട്ട ചില ശബ്ദങ്ങൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പാപത്തെ പാപമെന്ന് വിളിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അന്ന് എൻ്റെ സഭയില് ആ കൂട്ടത്തിൽ അവിടുന്ന് പ്രസംഗിച്ച കർത്താവിന്റെ ദാസന്മാർ, അന്ന് ഇന്നത്തേനോട് ഒരു ദിവസത്തെ മീറ്റിംഗ് അല്ല കേട്ടോ, ഇന്നെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചു, നാളെ വേറെ ആളാണ്, ദൈവത്തിന് സ്തോത്രം, ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് മെസ്സേജ്, അത് ദൈവം തരുന്നതാണോ അല്ലയോ, ഏറ്റവും ബെസ്റ്റ് മെസ്സേജ് എനിക്ക് അടുത്ത ചാൻസ് കിട്ടാനായിട്ട് ഞാനത് പറഞ്ഞിട്ട് പോകും, അടുത്ത ആൾ അടുത്ത് പറയും. പക്ഷെങ്കിൽ ഒരു കണക്ഷൻ ഇല്ല. പക്ഷെ അന്ന് നമ്മുടെ കൂട്ടായ്മയിൽ ഒരു ദൈവദാസനെ വിളിച്ചാൽ ആദ്യ പാപബോധം ഉരുവാക്കും. പ്രൈസ് ദി ലോർഡ്. ആ പാപത്തെ ഏറ്റുപറയാൻ ക്രമീകരണം ചെയ്യും, സമർപ്പണത്തിലേക്ക് കൊണ്ടുവരും, കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിച്ച്, ന്യായവിധിയെ കുറിച്ച്, നരകത്തെ കുറിച്ച് ബോധം കൊടുത്തിട്ട് വിശുദ്ധിക്കായി ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തും. ഇന്നങ്ങനെ നിൽക്കുന്നുണ്ടോ? ഏത് കൺവെൻഷൻ ന്യായവിധിയെ കുറിച്ച് പ്രസംഗിക്കുന്നത്? ഏത് കൺവെൻഷനിലാ പാപത്തെ കുറിച്ച് പറയുന്നത്? അന്ന് വിളിച്ചു പറഞ്ഞൊരു ശബ്ദമാണ്, മാ പ്രസിദ്ധീകരണങ്ങൾ വായിക്കരുത്. എന്താണെന്നറിയോ മാ പ്രസിദ്ധീകരണം? അന്ന് നമ്മുടെ ഒന്നും വീട്ടിൽ ടി വി ഇല്ല, നമുക്കൊന്നും സാമ്പത്തികമില്ല, ടി വി ഒന്നും കേരളത്തിൽ വന്നിട്ടുമില്ല. വല്ലോ 1-2 വീടുകൾ ഞങ്ങളുടെ നാട്ടിലാണ്, ഞങ്ങളുടെ ദേശത്ത് ഒരൊറ്റ വീട്ടിലേ ഉള്ളായിരുന്നു എൻ്റെ അറിവില്, വേറെ ഒന്നുമില്ലായിരുന്നു. അന്ന് നമ്മളെ എല്ലാം വലച്ചിട്ടത് മംഗളം, മനോരാജ്യം, മനോരമ ഇങ്ങനെയുള്ള കുറെ മായിൽ തുടങ്ങുന്ന കുറെ മാഗസിനുകളാണ്, വീക്കിലികള്. അതിനകത്താണ് ധാരാളം പൈങ്കിളി കഥകള്. അതിങ്ങനെ കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ്. നമ്മുടെ നല്ല സമയം അത് വശീകരിച്ചു. അതുകൊണ്ട് അന്നത്തെ ദൈവദാസൻ പറഞ്ഞു അത് പാപമാണ്. അന്നത്തെ ദൈവദാസൻ പറഞ്ഞു സിനിമ പാപമാണ്, പാപത്തിന്റെ മാതാവാണ് സിനിമ. ഇന്ന് പ്രസംഗിക്കുവോ? ഇന്ന് ഞാനിപ്പോ അത് പ്രസംഗിച്ചിട്ട് നിങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോവാ, അതിന്റെ മുമ്പിലാണ് ഞാനും എൻ്റെ മക്കളും ഇരിക്കുന്നത്. അപ്പൊ അതിന് ഏറ്റവും എളുപ്പം എന്നറിയാമോ? അത് പാപമാണെന്ന് ഞാനങ്ങ് പറയാതിരിക്കും, ന്യായീകരിക്കുകയാണ്. ഞങ്ങളൊക്കെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോഴേ ഞങ്ങൾ വിശുദ്ധിക്ക് ക്രമീകരിച്ചൊരു പരിപാടിയുണ്ട്. ഞങ്ങൾക്ക് അന്ന് ഇറങ്ങിയപ്പോൾ 88-ലാണ് ഞാൻ ജാർഖണ്ഡിൽ ചെല്ലുന്നത്. അന്ന് ഞങ്ങൾക്ക് സൈക്കിളേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ മിഷണറിമാർ പറഞ്ഞു, സൈക്കിളെ നടക്കുന്ന മിഷണറിമാരാണ് ത്യാഗപൂർവ്വം പ്രവർത്തിക്കുന്നവർ, അവരാണ് സമർപ്പണമുള്ളവർ, അവരാണ് വിശുദ്ധർ. ഞങ്ങൾക്ക് ഒരു 8-10 സഭയൊക്കെ ആയപ്പോൾ സംഘടന പറഞ്ഞു ഒരു മോട്ടോർ സൈക്കിൾ തരാമെന്ന്. അപ്പൊ മോട്ടോർ സൈക്കിൾ കിട്ടിയപ്പോൾ ഞാൻ പ്രസംഗിച്ചു, മോട്ടോർ സൈക്കിളെ നടക്കുന്നതാണ് ത്യാഗം. അതുവരെ കുഴപ്പമൊന്നുമില്ല, അതുവരെ ത്യാഗപൂർവമാണ്, വിശുദ്ധമാണ്, എല്ലാമാണ്. കാറെ പോകുന്നവരെല്ലാം പാപികളാണ്. ഇന്നെന്റെ മോളൊക്കെ വിദേശത്ത് പോയി കഴിഞ്ഞപ്പോൾ എനിക്കും ഒരു കാറ് കിട്ടി. ഇന്ന് ഞാൻ പ്രസംഗിക്കും കാറെ നടക്കുന്നവരാ പരിശുദ്ധവാന്മാര്. പ്രൈസ് ദി ലോർഡ്. അതുവരെ പാവമില്ലെന്ന് പറയും. കാരണം എന്റെ സാമ്പത്തികം ഉയരുന്നതിനനുസരിച്ച് ഞാൻ ഈ പാപത്തിന് വെച്ച നമ്മുടെ ദാരിദ്ര്യ രേഖ പോലൊരു രേഖയുണ്ട്, അത് ഞാൻ മാറ്റി വരച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം ഇങ്ങനെയാണ്. അതുകൊണ്ട് പാപം നമ്മളുടെ ഡെഫിനീഷനിലാണ്, പക്ഷെ വചനത്തിന് മാറ്റമില്ല. 1970-കളിൽ എന്ത് പാപമായിരുന്നോ ഈ 2024 അത് പാപം തന്നെയാണ്. അത് ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും പാപം പാപമാണ്. ആ പാപത്തിന്റെ മേൽ ജയം വരിച്ചില്ലെങ്കിൽ ദൈവമക്കളെ നിത്യത നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഇന്ന് നമ്മളെല്ലാവരും പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഞാനും വിശുദ്ധ കുർബാന സെലിബ്രേറ്റ് ചെയ്യുന്ന ആളാണ്. വിശുദ്ധ സംസർഗത്തിലേക്ക് ജനത്തെ ആഹ്വാനം ചെയ്യുമ്പോൾ ഒരു കുമ്പസാര പ്രാർത്ഥന ഞാനും പറഞ്ഞു കൊടുക്കും. നിങ്ങൾ പാപത്തെ ഏറ്റുപറയാൻ പറയും. പാപത്തെ ഏറ്റുപറഞ്ഞ കർത്താവ് പാപത്തെ ക്ഷമിക്കും, ഏത് നിമിഷത്തിൽ ഏറ്റുപറഞ്ഞാലും. പക്ഷെ അതുകൊണ്ട് രക്ഷപ്പെടല്ല കേട്ടോ. എന്റെ അപ്പൻ കാൽവറിൽ യാഗമായി തീർന്നത് പാപത്തിന്റെ മേൽ ക്ഷമ തരാൻ മാത്രമല്ല, പാപത്തിന്റെ മേൽ ജയം തരാനാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മള് എളുപ്പത്തിൽ പാപക്ഷമ പ്രാപിച്ചുകൊണ്ട് പോകുക. ഞായറാഴ്ച വിശുദ്ധരാകും, തിങ്കളാഴ്ച മുതൽ പിന്നെ സെയിം പാപമാണ്. ഞാൻ പറയും ദൈവത്തിന് സ്തോത്രം, നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു കല്ല് തട്ടും, യാദൃച്ഛികമാണ്. ആ കല്ല് തട്ടി വീഴാറുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷെ എഴുന്നേൽക്കണം. എഴുന്നേറ്റിട്ട് പിന്നെ നിന്റെ മനസ്സിൽ ബോധമുണ്ടാകണം, ആ കല്ല് അവിടെയുണ്ട്, ഇനിയും അതിൽ തട്ടരുതെന്ന്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് തട്ടുന്നുവെങ്കിൽ ദൈവബന്ധം നിന്റെ പ്രശ്നമാണ്. എന്റെ കർത്താവ് നിനക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, അത് പാപമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അത് വിട്ട് ഓടണം. പ്രൈസ് ദി ലോർഡ്. കൃപയിൽ നിൽക്കണം. അതിനുള്ള ശക്തിയാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നതാ. ദൈവസന്നിധിയിൽ കാത്തിരുന്ന ശക്തി പ്രാപിക്കണം. സഭ ആത്മനിറവിന്റെ അനുഭവത്തിലാകുമ്പോൾ ഈ സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും.
ശുശ്രൂഷ ആത്മനിറവിലായി കഴിയുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിനോട് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് ആമേൻ, ദൈവത്തിന്റെ വചനം പറയുന്നതുപോലെ ആ ശക്തി പ്രാപിക്കാനിരിക്കണം. ഇതിൽ 1-ാം അധ്യായം പ്രവൃത്തി 1:8 എന്താ പറയുന്നറിയോ? നിങ്ങൾ ശക്തി പ്രാപിക്കുമ്പോൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകും. ദൈവത്തിന് സ്തോത്രം. യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകും. അതായത് ദൈവത്തിന് സ്തോത്രം, ആത്മനിറവ് പ്രാപിക്കുമ്പോൾ, ആത്മാവിന്റെ ശക്തി നീ പ്രാപിച്ചു കഴിയുമ്പോൾ കർത്താവിന്റെ ശുശ്രൂഷകരായി നിങ്ങൾ ഇറങ്ങാൻ തുടങ്ങും. ഇനി 42-ാം അധ്യായം നിങ്ങൾ പഠിച്ചു നോക്ക്. അവിടെ എന്താ പറയുന്നറിയോ? ഒരു ദൗത്യം നമ്മളെ ഏൽപ്പിക്കുകയാണ്. യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം കർത്താവിന്റെ സാക്ഷിയാകണം. അതാ ദൈവം നമ്മളെ ഏൽപ്പിച്ചതായ വേല. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അവിടെ താഴെ തന്നെ പറയുന്നറിയാമോ? ന്യായം പ്രസ്താവിക്കും, നിലവിളിക്കയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീതിയിൽ ശബ്ദം കേൾക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതായത് ശുശ്രൂഷക്കായിട്ട് ഇറങ്ങുമ്പോൾ പ്രൈസ് ദി ലോർഡ്, നിന്റെ ശബ്ദം വെളിയിലോട്ട് നീ കേൾപ്പിക്കത്തില്ലെന്ന്, നീതിക്ക് വേണ്ടി കൊടി പിടിക്കുകയല്ലെന്ന്, ശമ്പളം വർദ്ധിച്ചു വഴക്കുണ്ടാക്കുകയല്ലെന്ന്, ഐക്യതയ്ക്ക് വേണ്ടിയേ. നമ്മളൊക്കെ ഇപ്പൊ കാണുന്നില്ല, സംഘടനയായാലും സഭയായാലും ഇന്ന് തെരുവീതിയിലാ അല്ലേ? ദൈവം ഓരോ സഭയും എടുത്ത് നോക്കിക്കോ, എത്ര സങ്കടകരമാണെന്നറിയാമോ? ഞാൻ ഓരോ സഭയുടെയും വേണമെങ്കിൽ ഞാൻ പറയാം. അത്ര പരിതാപകരമായി ക്രിസ്തീയ സാക്ഷ്യം നഷ്ടപ്പെടുക. ആരാ? ഈ ദൈവവേലക്കാർ, ശുശ്രൂഷയ്ക്കായി വിളിച്ചവർ, അഭിഷേകം പ്രാപിച്ചവർ, അവരായി ഇത് തെരുവിൽ നിന്ന് ശബ്ദം കേൾപ്പിക്കുന്നത്. ഇത് നമ്മുടെ മാർഗമല്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. EGM സംഘടനയിൽ നിങ്ങൾക്ക് നീതി കിട്ടുന്നില്ലയോ? ഇവിടെ ഗോഗോ വിളിക്കാൻ അല്ലെന്ന് ദൈവം ഏൽപ്പിച്ചത്. പകരം എന്താണെന്നറിയോ? സകലർക്കും നീതിയോടെ ന്യായം വിസ്തരിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ, അവന്റെ സന്നിധിയിൽ മുട്ടുമടക്കണം. ആ മുഴങ്കാലിൽ നിന്നാല് ദൈവം നീതി പ്രവർത്തിക്കും. എന്റെ കർത്താവ് വലിയവനാണെന്ന്. അതിനു പകരം നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കാനാണോ? ഇന്നിപ്പോ സംഭവിക്കുന്നല്ലേ? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന 10 പേരെ സംഘടിപ്പിച്ച് രാഷ്ട്രീയം കളിക്കുക. സഭയ്ക്ക് രാഷ്ട്രീയം കളിക്കാനല്ല ദൈവം വിളിച്ചത്. നിന്നെ തള്ളിക്കളയുമായിരിക്കാം, നിന്നെ ഉപേക്ഷിച്ച് കളയുമായിരിക്കാം, നിനക്ക് പ്രയോജനമില്ലെന്ന് പറയുമായിരിക്കാം. ഓക്കെ, അവർക്ക് നിന്നെ പ്രയോജനമില്ല വേണ്ടെന്ന്. എന്നെ പ്രയോജനമുള്ള വേറെ സമൂഹമുണ്ടെന്ന്. അതുകൊണ്ട് എനിക്ക് അവിടെ നീതി കിട്ടാൻ വേണ്ടി അവിടുന്ന് ഒരു 4 പേരെ എന്റെ കൂടെ പിടിച്ചു നിർത്തി വഴക്കുണ്ടാക്കാനാണോ ദൈവം വിളിച്ചത്? ഇന്ന് സംഭവിക്കുന്നത് അതാണ്. നീ ആത്മാവിന്റെ ശക്തി പ്രാപിക്കുന്ന ദൈവ പൈതല്, നിന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ നയിക്കുന്നതെങ്കിൽ ഒരിടത്തും നീ ഗ്രൂപ്പിസം കളിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരിടത്തും നീ പ്രശ്നം ഉണ്ടാക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇവിടെ നിർത്തുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ്. എന്നിട്ട് പറയുന്നുണ്ട്, ചതഞ്ഞ ഓട ഒടിച്ചു കളയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളകയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അവന് ഒരുത്തരിച്ചിട്ട് ബലഹീനനാന്ന് കണ്ട് അവനെ അങ്ങ് തകർത്ത് കളയത്തില്ല കേട്ടോ, ചേർത്ത് പിടിക്കും. പ്രൈസ് ദി ലോർഡ്. കൂട്ടത്തിലുള്ളവൻ ഒരല്പം ക്ഷീണിതനാണെങ്കിൽ അവനെ തള്ളിക്കളകയില്ല. ഇന്നെന്താ ചെയ്യുന്നറിയാമോ? എനിക്ക് കേരളത്തിന്റെ സെക്രട്ടറി അല്ലെ കേരളത്തിന്റെ ഡയറക്ടർ ആകണം അല്ലേ? അതിന് ഞാൻ എന്താ ചെയ്യല്? എന്റെ കൂട്ടു സഹോദരൻ ഞാൻ പടുതുകൊണ്ടിരിക്കും. ഞാൻ ഈ സഭയുടെ കാര്യം ഞാൻ അങ്ങ് വിട്ടു. നമ്മൾ സഭയെക്കാളൊക്കെ ഇച്ചിരി മെച്ചപ്പെട്ടവരാണല്ലോ സംഘടനകൾ, കാരണം കുറച്ചുകൂടെ ദർശനമുള്ളവരാണ്. അതുകൊണ്ട് സംഘടനയെ കുറിച്ച് തന്നെ പറയാം അല്ലെ? എന്തിനാ വെറുതെ അവരെ വഴക്കുണ്ടാക്കും? നമ്മളെ കുറിച്ച് പറയാം. നമ്മളെന്താ ചെയ്യുന്നത്? എനിക്ക് നേതൃത്വം കിട്ടാൻ എന്റെ കൂടെ പ്രവർത്തിക്കുന്നവനെ ഞാൻ മോശക്കാരനായി ചിത്രീകരിച്ച് അവനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ദൈവാത്മാവിന്റെ പ്രവൃത്തിയാണോ? പ്രൈസ് ദി ലോർഡ്. അതേ ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കിക്കാട്ട് ആമേൻ. നമ്മൾക്കൊരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തീകരണം ഉണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തകർത്ത് കളയാതെ പണിതെടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകും. ദൈവത്തിന് സത്യത്തോടെ ന്യായം പ്രസ്താവിക്കുന്നവരായി മാറും. അത് എവിടെയായിരുന്നാലും ന്യായം പറയണം, മിണ്ടാതിരിക്കരുത്. അത് നമ്മൾ ഈ നിശബ്ദതയോടെ ഇരിക്കുമെന്ന് പറയുന്നത് കൊണ്ട് തെരുവിലിറങ്ങി പറയരുത്. പക്ഷെ നമ്മൾ പറയേണ്ട ഫോറത്തില് നമ്മളത് പറഞ്ഞിരിക്കണം. പക്ഷെ ഒരു കാര്യമാണ്, അവിടെ പറഞ്ഞ് വഴക്കുണ്ടാക്കാനായിട്ട് ഇറങ്ങരുത്. നിന്റെ അഭിപ്രായം പറയുക, സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ദൈവം അത്രേ നമ്മളെ കുറിച്ച് ഏൽപ്പിച്ചിട്ടുള്ളൂ. ഇപ്പൊ എന്റെ ആശയങ്ങള് നിങ്ങൾ അനുസരിക്കണമെന്ന് എനിക്ക് നിർബന്ധം പിടിക്കാൻ ഒക്കത്തില്ല. പക്ഷെ എന്റെ ആശയങ്ങൾ നിങ്ങളോട് പറയാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മർത്തോമാരുടെ അച്ഛൻ. അദ്ദേഹം എന്നോട് പറയാറുണ്ട്, അച്ഛാ നമ്മൾ ചെയ്യേണ്ടതറിയാം, നമ്മൾ കൂട്ടത്തിലൊക്കെ ചെന്നിട്ട് 4-5 പേരൊക്കെ ഇരിക്കുന്ന കൂട്ടത്തിലൊക്കെ ചെന്നിട്ട് നമുക്ക് പറയാനുള്ളത് അവിടെ പറഞ്ഞു വെച്ച് നമ്മൾ അങ്ങ് പൊക്കോണം. അതായത് നമ്മുടെ ആശയം എന്താണോ ആ ആശയം അവിടെ പറഞ്ഞിട്ട് നമ്മൾ പൊക്കോണം. അവർ പിന്നെ അത് ചർച്ച ചെയ്തോളും.
അവരത് ഏറ്റെടുത്തോളും. കാരണം അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചോളുമെന്ന്. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ഏൽപ്പിച്ചതേ ഉള്ളൂ, സുവിശേഷം പ്രസ്താവിക്കുക. ഞാൻ അനേക ഭവനങ്ങൾ സന്ദർശിക്കുന്ന ആളാണ്. ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം തരുന്നതും അല്ലാത്തതുമായ അനേക ഭവനങ്ങൾ ഞാൻ പോകുന്ന ആളാണ്. ഞാൻ ആ ഭവനത്തിൽ പോയി ആമേൻ 1-2 കുശലമൊക്കെ പറഞ്ഞിട്ട് ഞാൻ അന്ന് രാവിലെ പഠിച്ച ദൈവവചനം എന്താണോ അത് പറയും. അത് ചിലപ്പോൾ ദൈവവേലയ്ക്ക് സാമ്പത്തികം കിട്ടുന്നതായിരിക്കില്ല, കാരണം അതെന്റെ വിഷയമല്ല. എന്റെ സംഘടനയ്ക്ക് പണം ഉണ്ടാക്കാനല്ല ദൈവം എന്നെ വിട്ടത്, എന്റെ കർത്താവിന്റെ വേല ചെയ്യാനോ. അപ്പൊ എന്റെ വേലയോ എന്റെ സംഘടനയ്ക്ക് പണം ഉണ്ടാക്കാനായി എന്റെ സംഘടന എന്നെ ആക്കി വെച്ചത്. എന്റെ സംഘടന എന്നെ ഇവിടെ ആക്കിയത് ഈ സംഘടനയ്ക്ക് പണം ഉണ്ടാക്കാൻ തന്നെയാണ്. പക്ഷെ എന്റെ കർത്താവ് എന്നെ നിയോഗിച്ചത് സുവിശേഷം അറിയിക്കാനാണ്. എന്റെ കർത്താവിന്റെ നിയോഗം ഞാൻ ഏറ്റെടുത്താൽ എന്റെ സംഘടനയുടെ ദൗത്യം എന്റെ കർത്താവ് പൂർത്തീകരിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഈ കേരളത്തിൽ ഞാൻ വന്നിട്ട് കുറെ വർഷങ്ങളായി. ഇതുവരെ എന്നെ ഏൽപ്പിച്ചതായ ടാർഗറ്റിൽ ഞാൻ പുറമോട്ട് പോയിട്ടില്ല. ഞങ്ങളൊക്കെ സ്വപ്നം കാണാത്ത വിധത്തിൽ ഇങ്ങോട്ട് സപ്പോർട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വേല ചെയ്താൽ മതിയെന്ന്, സുവിശേഷം പറഞ്ഞാൽ മതിയെന്ന്. നമ്മൾ ആരെയും പ്രലോഭിപ്പിക്കണ്ട, ഒരു വീട്ടിലും പോയി പ്രലോഭിപ്പിക്കണ്ട. നിങ്ങൾ തന്നാൽ ഇത്ര കിട്ടുമെന്നൊന്നും പറയണ്ടെന്ന്. ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ ഒത്തിരി കാണും, പക്ഷേ അത് പറയണ്ട, ദൈവം തന്നോളുമെന്ന്. ഞാനും ജോസഫ് സാറും ഒക്കെ പോകുന്ന ഒരു കൂട്ടായ്മയുണ്ട്. ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ ദൈവത്തിന് ഇപ്പൊ അദ്ദേഹത്തിന് വലിയ ചുമതലകളൊക്കെ കിട്ടിയത് കൊണ്ട് ഇപ്പൊ അത്രത്തോളം ഒന്നും വരുന്നില്ല. പണ്ടൊക്കെ എല്ലാ മാസത്തിലും കൂട്ടായ്മ വരുമായിരുന്നു. ആ കൂട്ടായ്മയുടെ ആരംഭം ഉണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം, ചോർന്നൊലിക്കുന്ന ഒരു വീടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. ഒരു ദൈവത്തിന് സ്തോത്രം, ഒരു പഴയ ഒരു ജീപ്പാണ് അദ്ദേഹത്തിനുള്ളത്. ആ ജീപ്പിന് പെട്രോൾ അടിക്കണമെങ്കിൽ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് കടം മേടിച്ച് പെട്രോൾ അടിച്ചിട്ട് അന്നത്തെ പ്രവർത്തനം കഴിഞ്ഞിട്ട് ആ പൈസ കൊണ്ട് കൊടുക്കുന്ന അങ്ങനെയുള്ളൊരു ഭവനമാണ്. ഒരു സുവിശേഷകനെ സഹായിക്കണമെന്ന് വേറെ ഏതോ ഒരു ദൈവവേലക്കാരൻ പ്രസംഗിച്ചത് കേട്ട് 2 തീരുമാനം എടുത്തുള്ളത് എന്നോട് പറഞ്ഞു. സംഘടനയല്ല പ്രസംഗിച്ചത് കേട്ടോ. ഒരു കൺവെൻഷനിൽ പോയപ്പോൾ അദ്ദേഹം കേട്ടതാണ്. 1, ഞായറാഴ്ച വിശുദ്ധ ദിവസമാണ്, ജീവനുള്ള ദൈവത്തെ ആരാധിക്കണം. ഞായറാഴ്ച ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം. 2, ദൈവത്തിന് സ്തോത്രം, ദൈവം തരുന്ന സകലത്തിന്റെയും 10-1 കർത്താവിന് വേണ്ടി കൊടുക്കണം. അദ്ദേഹം എടുത്ത തീരുമാനം കേട്ടോ. പ്രൈസ്. ഞാൻ പറഞ്ഞൊരു വചനത്തിൽ നിന്നുള്ളതല്ല, അദ്ദേഹം സ്വയം എടുത്തതിൽ. അങ്ങനെ നമുക്ക് ഡിസിഷൻ എടുക്കാം. ആ തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് ജോസഫ് സാറിനോട് ചോദ്യം. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞൊരു 4-5 വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു കൊച്ചു ബോക്സ് നിറച്ചും താക്കോലുകളാ, വാഹനത്തിന്റെ താക്കോല. അതെടുത്ത് എന്റെ മുമ്പിലോട്ട് വെച്ചിട്ട് പറഞ്ഞ, അച്ഛാ, എന്നെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചു. പ്രൈസ് ലോർഡ്. ഒരു വണ്ടിക്ക് വേണ്ടി ഞാൻ കൊതിച്ചുവെങ്കിൽ ഇന്ന് വണ്ടികളുടെ ബഹളം. അവിടെ തന്നെ വർക്ക്ഷോപ്പ് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം, വാഹനങ്ങളുണ്ട്, പ്രോജക്റ്റുകളുണ്ട്. ദൈവം അനുഗ്രഹിക്കുക. അന്ന് അദ്ദേഹം എടുത്ത ആദ്യത്തെ മിഷണറിയെ സ്പോൺസർ ചെയ്യുമ്പോൾ അദ്ദേഹം എടുത്തൊരു തീരുമാനമുണ്ട്. എന്റെ ശുശ്രൂഷ കൊണ്ട് 100 മിഷണറിമാരെ ഭാരതത്തിലേക്ക് അയക്കുമെന്ന്. 28 പേരെ അദ്ദേഹം ഇപ്പൊ സ്പോൺസർ ചെയ്യുന്നുണ്ട്. പല സംഘടനകളെയും ഞാൻ തന്നെയാണ് പരിചയപ്പെടുത്തി കൊടുത്തത്. കാരണം ആ കുടുംബമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. വേണമെങ്കിൽ എനിക്ക് FMBBയെ മാത്രമായിട്ട് പിടിച്ചു നിർത്താമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്യുകയില്ല. കാരണം FMBBയെ കൊണ്ട് ഈ ഭാരതത്തെ മൊത്തം സുവിശേഷിക്കാൻ ഒക്കത്തില്ലെന്ന്. ഇതുപോലെ ധാരാളം സഭകളും സംഘടനകളും വ്യക്തികളും എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്കിലേ ഈ ഭാരതം യേശുവിനെ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഇത് നമ്മുടെ സ്വകാര്യ സമ്പത്തൊന്നും അല്ലെന്ന്. ദൈവം നമ്മളെ വിളിച്ചുവെങ്കിൽ വിശ്വസ്തയോടെ ചെയ്യ്. എല്ലാവരെയും ഉത്സാഹിപ്പിക്ക്, എൻകറേജ് ചെയ്യ്, ഇറങ്ങി പ്രവർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആത്മനിറവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവമക്കളെ നമ്മൾ തയ്യാറാകണം. 3-ാമതായിട്ട് ദൈവത്തിന് സ്തോത്രം, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ശക്തീകരിക്കുന്നതായ ദൈവം. ആമേൻ. തളർന്നിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ 50-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിച്ചാല് ദൈവത്തിന് സ്തോത്രം, തളർന്നിരിക്കുന്നവരെ ഉണർത്തുവാൻ, താങ്ങുവാൻ ശിഷ്യന്മാരുടെ നാവ് എനിക്ക് തന്നെന്ന്. ദൈവം എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നു. ദൈവത്തിൽ, അതായത് ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തിയല്ലോ, നമ്മൾ ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ദൈവം ചില കൃപകൾ തരികയാണ്. ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇപ്പൊ നമ്മൾ ഓർക്കും, ഇതെല്ലാം എവിടുന്ന ദൈവാത്മാവ് ഇങ്ങനെ അല്ലെ മോശയ്ക്ക് വെളിപ്പെട്ടതുപോലെ അങ്ങ് വെളിപ്പെട്ട് വന്ന് തരികയാണ്. അല്ല കേട്ടോ, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഞാൻ ദിനംതോറും ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കുന്നു. ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഇവിടെ പറയാണ് ശിഷ്യന്മാരുടെ നാവ് തന്നു. ശിഷ്യന്മാരുടെ നാവ് ലഭിക്കണമെങ്കിൽ രാവിലെ തോറും ഉണരണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് എന്റെ ചെവി ഉണർത്തണം. എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ ഉണർന്നിരുന്ന് ദൈവശബ്ദം കേൾക്കുവാൻ കാതു തുറന്ന് ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംഗ്രഹിക്കുന്ന ദൈവവചനമുണ്ടല്ലോ,
നമ്മളൊരു സഹോദരന്റെ അടുക്കൽ ചെല്ലുമ്പോൾ, ഒരു കുടുംബത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ട തക്കതായ വാക്ക് എവിടുന്ന കിട്ടുന്നറിയോ? നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് സംഗ്രഹിച്ചു വെച്ചത് ദൈവം ആ സമയത്ത് നമ്മുടെ നാവിലേക്ക് തരികയാണ്. പ്രൈസ് ദി ലോർഡ്. അല്ല നീ ലോകപ്രകാരം ഓടി നടന്നിട്ട് അവിടെ ഇവിടെ ഒക്കെ കറങ്ങി നടന്നിട്ട് ഇതാ ദൈവത്തിന്റെ ആലോചന എന്ന് പറഞ്ഞ് പറയരുത് കേട്ടോ. ആമേൻ. അങ്ങനെ നമ്മൾ കളിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പൊ എന്നോട് വന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയതാണ്. എനിക്കറിയത്തില്ല, അങ്ങനെയൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇല്ല, ദൈവത്തിന്റെ ശക്തിയൊന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷെ എന്റെ അനുഭവം വെച്ചുകൊണ്ട് പറയാം, ദൈവവചനം പഠിക്കാതെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരത്തില്ല. വചനം പഠിക്കണം. ചില സാഹചര്യങ്ങളിൽ നമുക്ക് അങ്ങനെ വായിക്കുവാനും പഠിക്കുവാനും പറ്റാത്ത സാഹചര്യങ്ങളിൽ ദൈവം കൃപ തരും. അതിന് യാതൊരു സംശയമില്ല. ഞാൻ വിശ്വസിക്കുന്നവനാ. അവൻ ഗുജറാത്തിൽ ഞങ്ങളുടെ സഭയുണ്ട്. ഗുജറാത്തിലെ സഭ കുക്കണ ആദിവാസികളുടെ ഇടയിലാണ്. അവർക്ക് അക്ഷരം പോലും വായിക്കാൻ അറിയത്തില്ല. ഞങ്ങളുടെ മിഷണറി അവിടെ പോയി കുക്കണ ഭാഷയിൽ വേദപുസ്തകം പരിഭാഷപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അവരോട് വായിക്കണമെന്ന് പഠിപ്പിച്ചു. കുറച്ച് അഡൽട്ട് ലിറ്ററസി ക്ലാസ്സുകളൊക്കെ കുറച്ചുപേരെയൊക്കെ വായിക്കാൻ പഠിപ്പിച്ചു. കുറച്ചുപേരെ വായിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരമ്മച്ചി തീരുമാനിച്ചു, വേദപുസ്തകം ഞാൻ വായിക്കാൻ പോകുക. അക്ഷരം പഠിക്കാൻ പോയിട്ടില്ല, അക്ഷരം അറിയത്തില്ല. ഈ വേദപുസ്തകം കയ്യിലെടുത്തു. ദൈവത്തിന് സ്തോത്രം. രാവിലെ പോയി കുളിച്ച് ആ മാതാവ് ഒരുങ്ങി വന്ന് തന്റെ ഭവനത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഈ വേദപുസ്തകം, കുക്കണ ഭാഷയിലുള്ള വേദപുസ്തകം തുറന്ന് വായിക്കാനായിട്ട് തുടങ്ങി. അമ്മച്ചി വായിക്കുകയാണ്. അപ്പൊ കേൾക്കുന്നതൊക്കെ അവരുടെ ഭാഷയാണ്. ഇപ്പൊ അവർക്കൊരു പ്രശ്നം, ഇത് വചനത്തിലുള്ളത് തന്നെയാണോ എന്ന് അറിയണം. കാരണം അവർക്കാർക്കും വായിക്കാൻ അറിയത്തില്ല. അവരുടെ ആ ഗ്രാമത്തിൽ മൊത്തം 4ാം ക്ലാസ് വരെ പഠിച്ച ഒരു കൊച്ചേ ഉള്ളൂ. അതിനെ വിളിച്ചോണ്ട് വന്നു. അതിനെ കൊണ്ട് നോക്കിച്ചു ഈ അമ്മച്ചി വായിക്കുന്നത് വളരെ വ്യക്തമായിട്ട് കുക്കണ ഭാഷയിലുള്ള ബൈബിൾ വായിക്കുകയാണ്. എവിടുന്ന് ഈ പരിജ്ഞാനം കിട്ടിയത്? പ്രൈസ്. അങ്ങനെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുമെന്ന്. നമുക്ക് ദൈവത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരാ. പണ്ട് നമ്മുടെ അപ്പച്ചന്മാരുടെ കാലഘട്ടത്തില് ഈ വേദപുസ്തകം നമുക്ക് ആകെക്കൂടെ ബൈബിൾ സൊസൈറ്റിയുടെ ഒരൊറ്റ ബൈബിളേ ഉള്ളായിരുന്നു. നമ്മൾ അത് വായിച്ച് തൃപ്തി അടയണമായിരുന്നു. ഇപ്പൊ നമുക്ക് ഏതൊക്കെ ഭാഷയിലുള്ള ബൈബിൾ ഉണ്ടെന്ന് അറിയാമോ? ഇപ്പൊ നമ്മുടെ കയ്യിലേക്ക് മൊബൈൽ ഉണ്ടല്ലോ. ഈ മൊബൈൽ ചുമ്മാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു വേദഭാഗം അടിച്ചു കൊടുക്കുക, ഇങ്ങനെ വരികയാണ് അവനന്റെ വ്യാഖ്യാനങ്ങള്. പഠിക്കാൻ ഒത്തിരി സാധ്യതകളും മാർഗങ്ങളുമുണ്ട്. പക്ഷെ നമ്മൾ എന്തിനാ ഇത് ഉപയോഗിക്കുന്നത്? ഒരു ദിവസമെങ്കിലും വചനം പഠിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. സാധ്യതകൾ ഒത്തിരി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിത് പ്രയോജനപ്പെടുത്തുന്നില്ല. ഇതൊന്നും വേണ്ടെന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് നോക്കിക്കാട്ടെ. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ ആത്മീയ ഉണർവ് തന്ന ദൈവദാസന്മാർ. ഞങ്ങളുടെ നാട്ടിൽ ഒരു അപ്പച്ചനുണ്ടായിരുന്നു, വേട്ടമല പീലിപ്പോസ് ഉപദേശി. അറിയാമോ? നിങ്ങൾ കേട്ട് കാണും. ഞങ്ങളുടെ അടുത്തുള്ള കീക്കൊഴി ഒരു സ്വദേശിയാണ്. അദ്ദേഹത്തിന് മലയാള അക്ഷരം വായിക്കാൻ പ്രയാസമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കിയാങ്ങിയ എന്നുള്ള അക്ഷരം വായിക്കാൻ, അതായത് മലയാളത്തിലെ കൂട്ടക്ഷരങ്ങള് അത്രേ പഠിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് തിരുവല്ല മർത്തോമ പള്ളിയിൽ പ്രസംഗിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അന്നത്തെ തിരുവല്ല മർത്തോമ പള്ളി എന്ന് പറഞ്ഞാൽ വലിയ പോഷായിട്ടുള്ളതായ വിദ്യാസമ്പന്നരുടെ പള്ളിയാണ്. അപ്പൊ അതിൽ പ്രസംഗിക്കണം അദ്ദേഹത്തിന് വലിയ ആഗ്രഹമാണ്. അവിടുത്തെ പട്ടക്കാരനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാൻ അവസരം തരാം, പക്ഷെങ്കില് പ്രസംഗിച്ചിട്ട് അവസരം കഴിഞ്ഞിട്ട് ഇവർ വന്ന് ചോദിക്കും, വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ചോദിക്കും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാണ്. ദൈവത്തിന് സ്തോത്രം, എങ്കിലും തരാമെന്ന് അദ്ദേഹം അവിടെ കയറി പ്രസംഗിച്ചു കേട്ടോ. ഈ വിദ്യാസമ്പന്നന്മാരെയൊക്കെ ഞെട്ടിക്കുന്ന പ്രസംഗമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം എഴുതിയ പാട്ടുകളുണ്ടല്ലോ, ഇത് എത്ര മനോഹരമായ ഗാനങ്ങളാണെന്നറിയാം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിമിഷ നേരം കൊണ്ട് സുന്ദരമായ പാട്ടുകളുടെ കഴിവ്. മലയാള അക്ഷരങ്ങളെല്ലാം ഒന്നും അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കൃപ ദൈവം തരുന്നതാണെന്ന്. നിങ്ങൾ വേദപുസ്തകം വായിക്കാനൊന്ന് ശ്രമിച്ചു നോക്ക്. പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പമുണ്ടെന്ന്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ആവശ്യത്തിനുള്ള തരും. ഇനി നമ്മുടെ ഒരു പ്രശ്നമുണ്ട്, വേദപുസ്തകം വായിച്ചാൽ ഒന്നും മനസ്സിലാകുന്നില്ല. നമ്മളെല്ലാം പറയുന്നൊരു വിഷയമാണ്. എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത്? ഞാൻ പ്രായോഗികമായൊരു കാര്യം പറയാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഇന്ന് വേദപുസ്തകം വായിച്ചു. വേദപുസ്തകം വായിച്ചപ്പോൾ അതിനകത്തെ ഒരു വാക്യം നിങ്ങൾക്ക് മനസ്സിലായെന്നിരിക്കട്ടെ. ആ ഒരു വാക്യം മതി, മൊത്തം ഒന്നും പഠിക്കണ്ടെന്ന്. ഒരു വാക്യം. ഇന്ന് നേരം സന്ധ്യയാകുന്നതിന് മുമ്പ് ഒരു 4 പേരോട് ആ വാക്യത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു നോക്ക്. 4 പേരോട്. എളുപ്പം കേട്ടോ. ഭർത്താവിനോട് പറയാം, ഭാര്യയോട് പറയാം, മക്കളോട് പറയാം, വീട്ടിൽ വേലയ്ക്ക് വരുന്നവരോട് പറയാം, അടുത്ത വീട്ടിലെ സ്നേഹിതരോട് പറയാം. മതി, 4 പേരോട് പറഞ്ഞാൽ മതി. നിങ്ങൾ പറഞ്ഞു നോക്ക്. നാളെ നിങ്ങൾ വേദപുസ്തകം വായിക്കാൻ ഇരുന്ന് നോക്ക്. 2 വാക്യം നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരും. കാരണം നമുക്കുള്ള പ്രശ്നം അറിയാം, കിട്ടുന്നതൊന്നും ആരോടും പറയുന്നില്ലെന്ന്. നമുക്ക് ചില സത്യങ്ങൾ മനസ്സിലാക്കിയാൽ അത് ആരോടും പറയത്തില്ല, അത് മൂടി വെക്കുക. അപ്പൊ എന്റെ അപ്പൻ ചോദിക്കും, പിന്നെ ഞാൻ എന്തിനാ ഇവിടെ പഠിപ്പിക്കുന്നത്? ഞാൻ പിന്നെ എന്തിനാ ഇവനെ പഠിപ്പിക്കുന്നത്? നിനക്ക് പഠിച്ചത് പ്രയോജനപ്പെടുത്തിയാൽ ദൈവത്തിന്റെ ആത്മാവ് കൃപ തരും. നിങ്ങളൊക്കെ സുന്ദരം പ്രസംഗകരും പ്രസംഗികളുമായി മാറും. പ്രൈസ് ദി ലോർഡ്. ദൈവം അത്ര വലിയവനാണ്. അധികാരമുണ്ടെന്ന്.
കൃപയുണ്ടെന്ന്, ദൈവത്തിന്റെ ആത്മാവ് നടത്തുമെന്ന്. ഞാൻ പ്രവർത്തിച്ച ജാർഖണ്ഡ്, പ്രൈസ് ദി ലോർഡ്, വിദ്യാഭ്യാസമുള്ളവർ ഒരുത്തം പോലും ഇല്ലെന്ന്. ഞങ്ങളുടെ കൂടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, ഗുയാ മാൾട്ടോ. അവൻ പിന്നീട് ബർന്നബാസ് എന്നുള്ള പേര് കൊടുത്തു. അവന്റെ ഭാഷയിലുള്ളതാണ് ഗുയ എന്ന് പറയുന്നത്. അവൻ കുഷ്ഠരോഗിയായിരുന്നു, വിരലുകളൊക്കെ മുറിഞ്ഞു പോയവനാ. ദൈവത്തിന് സ്തോത്രം. അവൻ മാൾട്ടോയിലുള്ള ഒരു സാധാരണ വിശ്വാസി ബർന്നബാസ്. ഇവർക്കൊന്നും പ്രസംഗിക്കാൻ അറിയത്തില്ല. കാരണം അവർക്ക്, അന്ന് മാൾട്ടോ ഭാഷയിൽ ബൈബിൾ ഇല്ല, അന്ന് ആകെക്കൂടെ ഹിന്ദി വേദപുസ്തകമാണ്. ഹിന്ദി തൊട്ട് അവർക്ക് അറിയത്തില്ല. ഞാൻ ഹിന്ദി വേദപുസ്തകം വായിച്ചിട്ട് അവരുടെ ഭാഷ പഠിച്ചു വരുന്നേ ഉള്ളൂ. മുക്കിയും മൂളിയും ഒക്കെ അവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്നതല്ലാതെ അവർക്ക് സുവിശേഷം അറിയത്തില്ലായിരുന്നു. പക്ഷെ അത് മതിയെന്ന് ആ പ്രസംഗം കഴിയുമ്പോൾ, ഞാൻ എന്തു പ്രസംഗിച്ചാലും ആ പ്രസംഗം കഴിയുമ്പോൾ അവരത് മനോഹര പാട്ടാക്കും. അത് മാൾട്ടോ ജനത്തിന് ദൈവം കൊടുത്ത വലിയ കൃപയാണ്. മനോഹരമായ പാട്ട്. എന്നിട്ട് ആ പാട്ടുകൾ അവരങ്ങ് പാടാൻ തുടങ്ങും. അങ്ങനെ ഒരു ദിവസം ഈ കുഷ്ഠരോഗിയായ, ആമേൻ, ദൈവത്തിന് സ്തോത്രം, ഈ സഹോദരനെ, ജോനാഥാൻ എന്ന് പറയുന്ന സഹോദരനെ, ഗുയ എന്ന് പറയുന്ന സഹോദരനെ, ആമേൻ, ദൈവത്തിന് സ്തോത്രം, ബർന്നബാസ് എന്ന് പറയുന്ന സഹോദരനെ, ആമേൻ, തെരുവിൽ വെച്ച്, അതായത് കാട്ടുപാതയിൽ വെച്ചാണ് ബർന്നബാസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ സുവിശേഷം കണ്ടെത്തുന്നത്. ഒരു മിഷണറി ഇല്ല. അവിടെ വെച്ച് സുവിശേഷം പറഞ്ഞു. അവൻ തന്റെ അറ്റുപോയ വിരലുകളെ കാണിച്ചിട്ട് ചോദിച്ചു, സൗഖ്യമാക്കുവാൻ കർത്താവിന് സാധിക്കുമോ? വിശ്വസിച്ചാൽ ദൈവം സൗഖ്യം തരും. പ്രൈസ് ദി ലോർഡ്. അവർ ആ കാട്ടിലെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ആമേൻ, മാസങ്ങൾക്ക് ശേഷം ആ സഹോദരന്റെ വിരലുകൾ വളർന്നു വന്നു. അവന്റെ മുഖം മനോഹരമായിട്ട് മാറി. അവൻ സുന്ദരനായി മാറി. അവൻ പിച്ചയെടുത്ത് നടന്ന 18 ഗ്രാമം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. 18 ഗ്രാമം. എല്ലാ ബുധനാഴ്ചയും അവന്റെ ഭവനത്തിലും കൂട്ടായ്മ തുടങ്ങി. അവിടെ വരുന്നവരൊക്കെ സൗഖ്യം പ്രാപിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് മിഷണറിമാരല്ലെന്ന്, അവൻ തന്നെ പ്രസംഗിക്കുക, അവൻ തന്നെ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ഫീൽഡിലൊക്കെ വന്ന് നോക്ക്, ഈ മിഷണറിമാർ അവർക്ക് ഒന്നുമല്ല. നമ്മുടെക്കാണ് ഒരു രോഗം വന്നാൽ പ്രാർത്ഥിക്കാൻ നമ്മുടെ പുറകെയാണ്. അവിടെ വേണ്ടെന്ന് അവര് പ്രാർത്ഥിച്ചോളും. അവർക്ക് ധൈര്യമുണ്ടെന്ന്, വിശ്വാസികൾക്ക് ധൈര്യമുണ്ട്. അവര് പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകും, അവര് പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടും. ഇന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം ഈ അധികാരം തന്നിട്ടുണ്ട്, ദൗത്യം തന്നിട്ടുണ്ട്, ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. അത് പ്രായോഗികമാക്കുവാൻ നിങ്ങൾ തയ്യാറാകുമോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നതാണ്. ആമേൻ. വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കണം. ആ വചനം ഉള്ളിലേക്ക് ഇറങ്ങണമെങ്കിൽ ഹൃദയത്തിന്റെ കാപട്യവും ഹൃദയത്തിലെ കയ്പും, പത്രോസ് അപ്പോസ്തലൻ പറയുന്നില്ലേ, എല്ലാ വിദ്വേഷവും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമില്ലാത്ത മായമില്ലാത്ത പാല് കുടിക്കാനൊന്ന് ഒരുങ്ങി നോക്ക്. ദൈവം നിങ്ങളെ ശക്തീകരിക്കും. കൃപയൊപ്പമുണ്ട്. കർത്താവ് നമ്മളെയൊക്കെ ശുശ്രൂഷയ്ക്ക് അയച്ചപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവവേലക്കാരെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടാ പറയുന്നത്. നിങ്ങൾ പറയാം, അച്ഛാ ഞങ്ങൾ അതൊന്നുമല്ല. ആമേൻ. പുതിയ നിയമ സഭയിലെ വിശ്വാസിയാണോ? പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പത്രോസ് പഠിപ്പിക്കുന്നത് നിങ്ങളെല്ലാം പുരോഹിതന്മാരെന്നാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം പഠിച്ചാല് നിങ്ങൾ നീതിവൃക്ഷങ്ങളാ, നിങ്ങൾ പുരോഹിതന്മാരാ. വചനത്തിൽ വ്യക്തമായിട്ടുണ്ടെന്ന്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമ്മളെ എല്ലാം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. കർത്താവ് ഈ 2 പേരെ അയച്ചപ്പോൾ എന്താ പറഞ്ഞത്? രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, ആമേൻ, സുവിശേഷം പ്രസംഗിക്കുവാൻ അധികാരം തന്നാ വിട്ടത്. നിങ്ങൾ ഇറങ്ങിക്കാട്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചാട്ട് സൗഖ്യമാകുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവകൃപ കൂടെ ഇരിക്കുമെന്ന്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ പറയാൻ ശ്രമിച്ച ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എന്റെ കർത്താവിന് തന്റെ ദൗത്യത്തെ കുറിച്ച് ബോധ്യമുണ്ടായിരുന്നത് പോലെ ഈ ഭൂമിയിൽ താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വ്യക്തതയോടെ സമൂഹത്തോട് പറഞ്ഞതുപോലെ, അതാണല്ലോ കർത്താവിന്റെ പ്രകടന പത്രിക. നമുക്കും ആ ധാരണ ഉണ്ടാകണം. ഈ ഭൂമിയിൽ എനിക്ക് തന്ന ആയുസിന്റെ സ്പാൻ എത്രയായിരുന്നാലും, അത് 10 വർഷമായിക്കൊള്ളട്ടെ, 60 വർഷമായിക്കൊള്ളട്ടെ, 80 വയസ്സായിക്കൊള്ളട്ടെ, എത്രയായിരുന്നാലും ആ കാലഘട്ടത്തിൽ എന്നെ തികയ്ക്കുവാൻ ഏൽപ്പിച്ച ചില വേലയുണ്ട്. ആ വേല ചെയ്യാൻ തയ്യാറാകുമോ? ആ പർപ്പസ് ദൈവവചനത്തിൽ തിരിച്ചറിഞ്ഞാട്ട് ആ ലക്ഷ്യബോധത്തോടെ ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതം അർത്ഥമുള്ളതായിട്ട് മാറും. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ നിങ്ങളെ തെരഞ്ഞെടുത്തത്. സർവശക്തനായ ദൈവമാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. ആ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ശക്തീകരിക്കാമെന്ന് പറഞ്ഞു. ആ ദൈവത്തിന്റെ ആത്മാവ് ശിഷ്യന്മാരുടെ നാവ് തരാമെന്ന് പറഞ്ഞു. വിശ്വസിച്ചാട്ട് ആ ശക്തിയോടെ ഇറങ്ങിയാൽ, ആമേൻ, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ സമൂഹത്തിൽ ഉണർവ് കൊണ്ടുവരാൻ സാധിക്കും. EGM അടുത്ത വർഷം ഈ കൂട്ടായ്മ നടത്തുമ്പോൾ ഇത്രയും പേരല്ല കേട്ടോ, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാല്, പ്രൈസ് ദി ലോർഡ്, ഇതിന്റെ ഇരട്ടി ആളുകളെ കൊണ്ടുവരിക. ഒറ്റ തീരുമാനം എടുത്താൽ മതി, ഒരാളെ ദൈവകൃപയിലേക്ക് നടത്തുമെന്ന്. മനഃശാസ്ത്രം പറയും, ഞാൻ എന്റെ വാക്ക് നിർത്തിയ, മനഃശാസ്ത്രം പറയുന്നു ഈ ഭൂമിയിൽ എനിക്ക് സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന 18 പേരുണ്ട്. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന 18 പേര്. ഈ 18 പേരെയും കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞില്ല, ഒരൊറ്റ ഒരാളെ
അടുത്ത 365 ദിവസം കൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് ഒരാളെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? വേണ്ട, യേശു ക്രിസ്തുവിങ്കിലേക്ക്, പ്രൈസ് ദി ലോർഡ്, ഒരാളെ ഒന്ന് രക്ഷയിലേക്ക് നടത്തുവാൻ ശ്രമിക്കാമോ? ദൈവം അനുഗ്രഹിച്ചിരിക്കും. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് സുവിശേഷ വേല ചെയ്യാനൊക്കെ പ്രയാസമാണ്. പക്ഷെ ഞങ്ങളിപ്പം ചെയ്യുന്നത് സഭയെ ശക്തീകരിച്ച് പ്രവർത്തിക്കാനായിട്ട് അയക്കുകയാണ്. ആമേൻ. അച്ഛന്മാരുടെയും പാസ്റ്റർമാരുടെയും ഒക്കെ കാലം കഴിഞ്ഞു, അവരുടെ സാക്ഷ്യമൊക്കെ കുറഞ്ഞു പോയെന്ന്. ഇന്ന് വിശ്വാസി എഴുന്നേൽക്കണം. നിങ്ങൾ സഭയുടെ ഉണർവിന്റെ ചരിത്രം പഠിച്ചാല് ഒരു പാസ്റ്ററും ഒരച്ഛനും ഒരു ബിഷപ്പും ഉണർവ് ദേശത്ത് കൊണ്ടുവന്നിട്ടില്ല. ഉണർവ് ദേശത്ത് കൊണ്ടുവന്നത് നമ്മളെ പോലുള്ള സാധാരണക്കാരായ ലേമൻസ് ആണ്. സാധാരണക്കാരായ ആത്മായര്, ദൈവാത്മാവ് കൂടെ ഉണ്ടെന്ന് ആദ്യ ദർശനം പ്രാപിച്ചാട്ട് ദൗത്യബോധം ഉണ്ടാകട്ടെ, ലക്ഷ്യബോധം ഉണ്ടാകട്ടെ. ആ ദർശനത്തോടുകൂടെ ആത്മാക്കളെ നേടാൻ ഇറങ്ങാം. ദൈവം നിന്റെ പരിശുദ്ധാത്മാവിലാണ് നമ്മളെ ശക്തീകരിക്കും. ശിഷ്യന്മാരുടെ നാവ് തന്ന് നമ്മളെ ബലപ്പെടുത്തും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.